എപ്പോഴും നമ്മുടെ കൂടെ ഇരുന്ന് നമുക്ക് ആലോചന പറയാൻ, ഗൈഡ് ചെയ്തു തരാൻ, അരുതരുതായ്മകളിൽ നിന്ന് മാറ്റി നടത്താനായിട്ട് എല്ലാവരും കൂടെ കണ്ടെന്ന് വരത്തില്ല. പക്ഷേ ദൈവസാന്നിധ്യം, ദൈവവചനം എല്ലാ കാലത്തും നമുക്ക് ബലമായിരിക്കും, സഹിതമായിരിക്കും, ഗൈഡായിരിക്കും. നമ്മുടെ ഈ ആവശ്യങ്ങളിൽ ചേർന്നിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടിയൊക്കെ നിങ്ങളായിരിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നു. ഹല്ലേലൂയ. ഉപവാസം എന്തിന്? പട്ടിണി ഇരിക്കേണ്ട കാര്യമുണ്ടോ? കുടൽ ഇങ്ങനെ ചുരുക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ വല്ല പ്രയോജനവുമുണ്ടോ എന്നൊക്കെ വികലമായി വ്യാഖ്യാനിക്കുന്നതിൻ്റെ നടുവിൽ ദീർഘനാളുകൾ തിരുസന്നിധിയിൽ ഭക്ഷണം വെടിഞ്ഞിരിക്കാൻ നിങ്ങൾ കാണിക്കുന്ന മനസ്സ് കർത്താവ് നിങ്ങൾക്ക് പ്രതിഫലം തരിക തന്നെ ചെയ്യും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം. പ്രിയരെ, കഴിഞ്ഞ നാളുകൾ തൊട്ട് കഴിഞ്ഞ ചെറിയ കാലഘട്ടങ്ങളുടെ ഒരു അനുഭവമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. 2025 വരുമ്പോൾ 25 വർഷമേ ആകുന്നുള്ളൂ ഞാൻ എൻ്റെ കർത്താവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. ഈ 25 വർഷക്കാലവും എങ്ങനെ ഈ ശുശ്രൂഷയിൽ നിലനിന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ പറയാനുള്ളൂ: രഹസ്യത്തിൽ ഉപവസിക്കുക, രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നീ തകർന്നു പോകുകയില്ല, നിന്നെ തകർത്ത് കളയാൻ ആർക്കും കഴിയത്തില്ല. ആ പ്രാർത്ഥന തുടരട്ടെ. കർത്താവ് നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ചില നിമിഷങ്ങളിലേക്ക് കണ്ണുകളൊന്ന് അടയ്ക്കാമോ? ഹല്ലേലൂയ. ശരീരത്തിന് പ്രയാസമില്ലെങ്കിൽ മാത്രം നിങ്ങളുടെ മുഴങ്കാലുകളൊന്ന് തിരുസന്നിധിയിൽ മടക്കാമോ? ശരീരത്തിന് പ്രയാസം ഉണ്ടെങ്കിൽ മടക്കരുതേ. നിങ്ങളുടെ അവസ്ഥകൾ എനിക്കറിയത്തില്ല. പിതാക്കന്മാർ, മാതാക്കൾ, നിങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ ഇരിക്കണം. ദയവ് ചെയ്ത് പിതാക്കന്മാരോടും മാതാക്കളോടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ ഇരിക്കാം. കഴിയുന്നവർ മാത്രം. താങ്ക് യു. കർത്താവിൻ്റെ സന്നിധിയിൽ ആ കണ്ണുകളൊന്ന് അടച്ച് അധരങ്ങളെയൊന്ന് തുറന്ന് യേശുപ്പച്ചനോടൊന്ന് പ്രാർത്ഥിച്ച്, അധരങ്ങളെയൊന്ന് തുറന്ന് യേശുപ്പച്ചനോടൊന്ന് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിക്ക്, അങ്ങനെ പ്രാർത്ഥിക്ക്. അതൊന്നും ഇവിടെ ആവശ്യമില്ല. പ്രാർത്ഥിക്കുന്നവരാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. ദൈവ മക്കളാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. യേശുപ്പച്ചനോട് പറ, നിങ്ങൾക്ക് ലഭിക്കുന്ന നിയോഗത്തിനനുസാരമായി കർത്താവിനോട് പ്രാർത്ഥിക്കുക. ജീസസ്, ഹല്ലേലൂയ. അവിടുത്തെ ദയയുള്ള കരം നമ്മുടെ മേൽ വീഴട്ടെ. അവിടുത്തെ ദയയുള്ള കരം നമ്മുടെ മേൽ വീഴട്ടെ. അവിടുത്തെ ദയയുള്ള കരം നമ്മുടെ മേൽ വീഴട്ടെ. ഒരുപാട് പേര് ശ്രദ്ധിക്കുന്നുണ്ട്, ഒരുപാട് പേര് വീക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന ശബ്ദങ്ങൾ, ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നവ മുഴുവനും ശ്രദ്ധിക്കുന്നതിൻ്റെ നടുവിലാണ് കർത്താവ് നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് കാരണമാകാൻ നാം ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹൃദയത്തിൽ നിന്ന് പാടാവോ? എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഒരു പ്രാവശ്യം കൂടെ. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേലൂയ പാടിയിടും അഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേലൂയ
ഹല്ലേലൂയ പാടിയിടും. ഇമ്പസ്വരത്താ നയിച്ചതിനാൽ ഹല്ലേലൂയ പാടിയിടും. അഭുജബലത്താൽ നടത്തിയതാൽ ഹല്ലേലൂയ പാടിയിടും. ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. ഒരു പ്രാവശ്യം കൂടെ. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. ഒരു പ്രാവശ്യം കൂടെ. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്. ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്. ഒരു നാളും മന്ദമാകില്ല. ഹല്ലേലൂയ പാടിയിടും. അഭുജബലത്താൽ നടത്തിയതാൽ ഹല്ലേലൂയ പാടിയിടും. ഇമ്പസ്വരത്താൽ നയിച്ചതിനാ ഹല്ലേലൂയ പാടിയിടും. അഭുജബലത്താൽ നടത്തിയതാൽ ഹല്ലേലൂയ പാടിയിടും. ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല അതൊന്നുമില്ലേ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല അതൊന്നുമില്ലേ. യേശുപിച്ച ഞങ്ങൾ അവിടെ സന്നിധിയിൽ തലവണക്കുന്ന കർത്താവേ, ഇതൊരാത്മീക യോഗമാണല്ലോ കർത്താവേ. കഴിഞ്ഞ ദീർഘ ദിവസങ്ങൾ തുടർമാനമായി അങ്ങ് സംസാരിച്ചു വന്നുവല്ലോ കർത്താവേ. തുടർമാനമായി തൻ്റെ മക്കളോട് ഇടപെട്ട് വന്നുവല്ലോ കർത്താവേ. മറ്റ് ആവശ്യങ്ങൾക്ക് പോകാനില്ലഞ്ഞിട്ടല്ലല്ലോ അപ്പച്ച. ഒരുപാട് ആവശ്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇതാണ് ഏറ്റവും പ്രയോറിറ്റി എന്ന് മനസ്സിലാക്കി
കർത്താവിൻ്റെ സന്നിധിയിൽ ദിവസങ്ങളെ മാറ്റി പ്രാർത്ഥിക്കുന്ന ഈ വിലപ്പെട്ട ദൈവജനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഈ ആലയത്തിൻ്റെ അകത്ത് കർത്താവേ ഒരു വിസിബിൾ പ്രസൻസ് ഓഫ് ഗാഡ് അങ്ങ് ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ കർത്താവേ. വി നീഡ് യുവർ ടാൻജിബിൾ പ്രസൻസ് ഓഫ് ഗാഡ് കർത്താവേ. ഒരു സ്പർശിക്കത്തക്ക ഒരു ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് തരണേ കർത്താവേ. ഞങ്ങൾക്ക് മനസ്സിലാകത്തക്ക, ഞങ്ങൾക്ക് കാണത്തക്ക വിധത്തിലുള്ള ഒരു ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് തരണേ കർത്താവേ. അവിടുത്തെ സാന്നിധ്യമില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല കർത്താവേ. അവിടുത്തെ സാന്നിധ്യമില്ലാതെ ഞങ്ങൾക്ക് അഭിനയിക്കാനായിട്ട് പറ്റത്തില്ല കർത്താവേ. അവിടുത്തെ സാന്നിധ്യമില്ലാതെ ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് ഒക്കത്തില്ല കർത്താവേ. അവിടുത്തെ സാന്നിധ്യമില്ലാതെ ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് ഞങ്ങൾക്ക് മുന്നേറാൻ ഒക്കത്തില്ലപ്പാ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ പകരണമേ കർത്താവേ. We need your presence of God. Albiria thala la shati libikal marakinde laborukama maramasi almana asintala kindim latakarma santala rabor babolora babaushasvi anteri albabala Alkini biandora babaleriam thanarabaka magashikal kememiniam zinilioria Huria thekemeni albabalo ramshas bele kamal manaramana rakhanagadaga duribidi bibi harbini anthila labal kamal abaushas bili kememiniam sintolo lolabaushas Alkidala rakindo loco namele leam santa lamanaketical marital barosiam thanaria. Blessed be the name of Jesus. Blessed be the name of Jesus. Blessed be the name of Jesus. ഒരു ഉണർവ് ഞങ്ങളുടെ നടുവിൽ പൊട്ടി പുറപ്പെടേണ്ടതിന്, അത് ദൈവികമായി തന്നെ ഞങ്ങളുടെ നടുവിൽ പരിണമിക്കേണ്ടതിന്, അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനത് കാരണമാകേണ്ടതിന്, ഒരാത്മശക്തിയുടെ വിലപ്പെട്ട വ്യാപാരം ഞങ്ങളുടെ മേൽ പതിക്കേണ്ടതിന് കർത്താവേ കരുണ കാണിക്കണമേ. ഈ ഹോളിനകത്ത് കർത്താവിനാൽ നിറയപ്പെടും അവിടുത്തെ സാന്നിധ്യം 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 ജീസസോട് അതിർവരമ്പുകളെ വിശാലമാക്കേണ്ടതിന്, അനർത്ഥം വ്യസനത്തിന് കാരണമായി തീരാതിരിക്കേണ്ടതിന് അവിടുത്തെ സാന്നിധ്യം കർത്താവേ തൻ്റെ ജനത്തോട് ചേർന്നിരിക്കുന്നതിന് നന്ദി കർത്താവേ. പുറപ്പാടിൻ്റെ അനുഭവങ്ങൾ തൻ്റെ ജനത്തിൻ്റെ മേൽ പകരുന്നതിന് മുൻപ്, ദീർഘദൂരം ഓടേണ്ടതിന് അതിനു മുൻപ് തൻ്റെ മക്കളെ ഇരുത്താൻ അവിടെ നിന്ന് കരുണ കാണിച്ചതിന് നന്ദി കർത്താവേ. ഒരുപാട് ആവേശത്തോടെ, ഒരുപാട് ആഗ്രഹത്തോടെ, ഒരുപാട് പ്രതീക്ഷയോടെ, ഒരുപാട് പ്രാർത്ഥനയോടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നിൽക്കുന്ന കർത്താവേ, will you please talk to us Lord? ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടണമേ കർത്താവേ. വചനത്തിന്റെ മാധുര്യം ഞങ്ങളുടെ നടുവിൽ തുറക്കപ്പെടണമേ. വചനത്തിന്റെ ആഴങ്ങൾ ഞങ്ങളുടെ നടുവിൽ തുറക്കപ്പെടണമേ. അത്ഭുതങ്ങൾ ഞങ്ങളുടെ നടുവിൽ സംഭവിക്കട്ടെ കർത്താവേ. അത്ഭുതങ്ങൾ ഞങ്ങളുടെ നടുവിൽ സംഭവിക്കട്ടെ കർത്താവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ക്ഷീണങ്ങളെയും മറന്ന് തന്റെ ജനം ആത്മാവിൽ കുതിക്കേണ്ടതിന്, ആത്മാവിൽ സൗഖ്യങ്ങൾ ഏറ്റെടുക്കേണ്ടതിന്, ആത്മസാന്നിധ്യത്തിന്റെ ആഴങ്ങൾ ലഭ്യമാകേണ്ടതിന് അവിടുന്ന് കരുണ പകരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ മാനവും എല്ലാ മഹത്വവും എല്ലാ ആദരവും ഞങ്ങൾ അങ്ങേക്ക് തരുന്ന കർത്താവേ. സാധുക്കളാണ്, നിസാരന്മാരാണ്, മൺകീടങ്ങളാണ്, അപ്രാപ്തരാണ്, യോഗ്യരാണ്. പക്ഷെ അങ്ങ് ഞങ്ങളെ അവിടുത്തെ മക്കളാക്കി മാറ്റി, സ്വർഗത്തിൻ്റെ മക്കളാക്കി മാറ്റി. ആ പദവിയെ തിരിച്ചറിയുന്നു, അവിടുത്തെ മുൻപാകെ താഴുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൂതന്മാർ കാവലായി ഇറങ്ങണം കർത്താവേ. And asked them to Jesus to watching over. Hallelujah. കർത്താവിനെ ചുറ്റും സ്വർഗത്തിലെ ദൂതന്മാർ ഊരിയ വാളുമായി കാവലിറങ്ങി നിൽക്കട്ടെ കർത്താവേ. എല്ലാ അന്യാരാധന ബന്ധനങ്ങളെയും എല്ലാ മാനുഷിക പരിമിതികളെയും യേശുവിന്റെ നാമത്തിൽ ബൈൻഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. Thank you Jesus for your tangible presence. തമ്പുരാന്റെ കരത്തിൽ തരികയാണ്. മഹത്വം അങ്ങയ്ക്ക്, മാനം അങ്ങയ്ക്ക്. അവിടെ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊണ്ടത് കൊണ്ട് സ്തോത്രം 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 സ്തോത്രം.
ക്രിസ്തുവേശുവിൻ വിലപ്പെട്ട നാമത്തിൽ പ്രിയ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങൾ നടത്തുന്ന നല്ല വഴികൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ വളരെ ആത്മാർത്ഥമായി നിങ്ങളോട് പറയാൻ പ്രിയരെ, കർത്താവിനാൽ നയിക്കപ്പെട്ട് നിങ്ങളെ ഇങ്ങനെ ഇരുത്താൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നിയോഗം തന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ കർത്താവിന് ചില പദ്ധതികളുണ്ട്, അതിന് മേലെ കർത്താവിന് ചില ഇഷ്ടങ്ങളുണ്ട്. മാനുഷികമായതൊന്നും എഴുന്നേൽക്കരുത്, പക്ഷെ ദൈവികമായത് എഴുന്നേൽക്കുക തന്നെ വേണം. ഹല്ലേലൂയ. ഞാനിങ്ങനെ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്താണ് ഈ ജനത്തിനോട് പങ്കുവയ്ക്കേണ്ടത്, എന്താണ് നിങ്ങളോട് പറയേണ്ടത്? ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ പച്ചയായ കാര്യമോ പറഞ്ഞത്, പ്രസംഗങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതല്ല, ഇന്ന് ലഭ്യമാക്കേണ്ട മന്നയാണ് ഇതിൻ്റെ അകത്ത് വെളിപ്പെടേണ്ടത്. ഹല്ലേലൂയ. 2-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം, അതിൻ്റെ പ്രാരംഭ ഭാഗം മുതൽ ഒന്ന് ചിന്തിക്കുവാൻ കർത്താവ് ഉള്ളത്തിൽ ലഭ്യമാക്കിയ വിലപ്പെട്ട നിയോഗത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ മനുഷ്യനാണ് യോഹന്നാൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സ്തോത്രം. അതിനു മുൻപ് എഴുതിയ സുവിശേഷകന്മാരെല്ലാം കാലം ചെയ്തതിന് ശേഷമാണ് ഈ യോഹന്നാൻ എന്ന് പറയുന്ന സുവിശേഷകൻ സുവിശേഷ രചനയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തന്നെ കൈകളിലെടുത്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് തനിക്ക് മുൻപുള്ള എല്ലാ സുവിശേഷകന്മാരുടെ ആ സുവിശേഷങ്ങളും എഴുത്തുകളും തനിക്ക് വായിക്കാൻ കഴിഞ്ഞു. താൻ എഴുതിയതൊന്നും മറ്റുള്ളവർ വായിച്ചിട്ടില്ല താനും. ഹല്ലേലൂയ. അത് വായിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. ഹല്ലേലൂയ. ബാക്കിയുള്ളവരൊക്കെ സുവിശേഷങ്ങൾ എഴുതി അങ്ങനെ ഇങ്ങനെ പോയ സമയത്ത് ഇദ്ദേഹം പഞ്ചഗ്രന്ഥങ്ങളാണ് ചമച്ചത്. മോശം മാത്രമല്ല, പഞ്ചഗ്രന്ഥങ്ങളെ ചമച്ചത് ആര് കൂടി ചമച്ചിട്ടുണ്ട്? യോഹന്നാൻ കൂടി ചമച്ചിട്ടുണ്ട്. സുവിശേഷങ്ങൾ എഴുതി, ലേഖനങ്ങൾ എഴുതി, തീർന്നില്ല, വെളിപ്പാട് കൂടി എഴുതി. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാറ്റഗറിയിൽ മാത്രമല്ല, വ്യത്യസ്ത തലങ്ങളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടു. ആരുപയോഗിക്കപ്പെട്ടു? മാറോട് ചേർന്നിരുന്നൊരു മനുഷ്യൻ ഉപയോഗിക്കപ്പെട്ടു. അങ്ങ് കൊണ്ടുപോയി തീർത്ത് കളയാൻ പത്മോസിന്റെ ഏകാന്തതയിലിട്ടിട്ട് അവിടുന്ന് പൊന്നുപോലെ പുറത്തു വന്ന ആ മനുഷ്യൻ, വേദനയുടെ നടുവിൽ എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്ന ചോദ്യത്തിൻ്റെ അപ്പുറത്ത് വെളിപ്പാടുകളെ കൊണ്ട് മുഴുവൻ ആ ദിവസങ്ങളെ കർത്താവ് നിറച്ചു. ഹല്ലേലൂയ. ഇനിയും ഇവിടെ കിടന്നാൽ നന്നായിരിക്കുമെന്ന് പറയത്തക്ക വിധത്തിൽ, കാരണം പത്മോസിന്റെ വെളിപ്പാടുകളുടെ ഇടമാണെങ്കിൽ എനിക്കിവിടം വിട്ട് പോകണ്ടെന്ന് പറയത്തക്ക വിധത്തിൽ ചേർന്ന് നിന്ന ഒരു മനുഷ്യന് കണ്ടിട്ടില്ലാത്ത ദൈവിക വെളിപ്പാട്, തേജോമയനായ ദൈവത്തിൻ്റെ മഹത്വപൂർണമായ ദർശനം അനുഭവിച്ച ആ മനുഷ്യൻ മടങ്ങി നാട്ടിലേക്ക് വന്ന് കർത്താവിനാൽ തൂലികയെടുത്ത് എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട ചരിത്ര ഭാഗമാണ് ഇന്നത്തെ വേദവിചാരത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ കരത്തിൽ ലഭ്യമാക്കിയത്. 2-ാമത്തെ അധ്യായം. വേഗത്തിൽ നിങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരു സന്ദേശം പറയാവോ അച്ഛാ, ഒരു സന്ദേശം പറയാവോ അമ്മാമ എന്ന് ചോദിച്ചാൽ സധൈര്യം മുന്നോട്ട് വന്ന് പറയാനായിട്ട് മനസ്സ് വെക്കുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് പകലിൽ വായിച്ചത്. പെട്ടെന്നൊരു പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമില്ലാതെ അത്ര ബിബ്ലിക്കലി വെല്ലായിട്ടുള്ള, അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗം, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പോലും മനപ്പാടമാക്കിയിരിക്കുന്ന ഒരു വേദഭാഗം. ഞാൻ നിങ്ങളോട് പറയട്ടെ, പലപ്പോഴും നമ്മൾ ഈ മനപ്പാടമാക്കിയതിൻ്റെ അകത്ത് നിന്നാണ് പലപ്പോഴും ആഴമേറിയ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കിടക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതിന് 1-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് പഠിച്ചു തുടങ്ങാം. സ്തോത്രം. 1-ാമത്തെ വാക്യം എങ്ങനെയാണ് വായിക്കുന്നത്? 3-ാം നാളിൽ ഗലീലയിൽ. ഒരുപാട് കാര്യങ്ങൾ ആ 3-ാം നാൾ എന്ന് പറയുന്ന പദം സംബന്ധിച്ച് വിശദീകരണങ്ങളുണ്ടെങ്കിൽ ആസ് പെർ മൈ അണ്ടർസ്റ്റാൻഡിങ്, ഹല്ലേലൂയ, ആമേൻ, ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം എടുക്കേണ്ട ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞ് ഏകദേശം 7 ദിവസത്തോളമൊക്കെ നീണ്ടു നിൽക്കുന്ന വിവാഹ ആഘോഷ ചടങ്ങ് യഹൂദന്മാരുടെ നടുവിലുണ്ട്. അങ്ങനെയെങ്കിൽ 7 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വിവാഹ ആഘോഷ ചടങ്ങിൻ്റെ ഓൺ ദ 3rd ഡേ, 3-ാമത്തെ ദിവസം. 3-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അത് പ്രൈം ഡേ ആണ്, അത് വിലപ്പെട്ട ദിവസമാണ്. ഏറ്റവും വലിയ വിശിഷ്ട അതിഥികളൊക്കെ വിരുന്നിന് വരുന്ന ഒരു സമയമാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്ര. ഇന്നത്തെ റിസപ്ഷനൊക്കെ നോക്കിയാൽ അറിയാം, ഒരെണ്ണം കൊല്ലത്താണെങ്കിൽ മറ്റൊന്ന് കോഴിക്കോടായിരിക്കും, വേറൊന്ന് സ്തോത്രം ദുബായിലായിരിക്കും. ഇങ്ങനെ നീണ്ടു പോകുക വിവാഹത്തിൻ്റെ ചടങ്ങുകളും ആഘോഷങ്ങളും. അങ്ങനെയെങ്കിൽ 3-ാമത്തെ ദിവസം, ഏറ്റവും വിലപ്പെട്ട ദിവസം. സ്തോത്രം. അടുത്ത പദം ഗലീലയിലെ. ആ പദം അങ്ങനെ എടുത്തെഴുതി, ഗലീലയിലെ കാനാവിൽ എന്ന ഒരു പദം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എനിക്കൊരു അബദ്ധം പറ്റി.
യോഗത്തിൻ്റെ തലേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ നാളെ ഒരു യോഗത്തിന് വരാമോ? എപ്പോൾ വിളിച്ചാലും യോഗത്തിന് വരും കേട്ടോ. ഓടി എത്താനുള്ളൊരു സമയം മാത്രം കിട്ടിയാൽ മതി. ഹല്ലേലൂയ. 6 മാസം മുമ്പ് വിളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, പാസ്റ്റർ വരാമല്ലോ, സന്തോഷം. എവിടാ മീറ്റിംഗ്? കോഴിക്കോടാണ് മീറ്റിംഗ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഐ എം വെരി സോറി പാസ്റ്റർ. ഹല്ലേലൂയ. തലേന്ന് വിളിച്ചത് കൊണ്ടൊന്നുമല്ല, ഓടി എത്താനായിട്ടൊക്കത്തില്ല. അപ്പോഴദ്ദേഹം പറഞ്ഞത്, പൊന്നു പാസ്റ്ററെ, നിങ്ങൾ ഉദ്ദേശിച്ച കോഴിക്കോടല്ല, അങ്ങ് കരുനാഗപ്പള്ളിക്കടുത്തൊരു കോഴിക്കോടുണ്ട്, കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ഞാൻ എടയ്ക്കാട്, അടൂരിനടുത്ത് എടയ്ക്കാടാണ് താമസം. ഞാൻ പറഞ്ഞു, ഓ സ്തോത്രം, അങ്ങനെയെങ്കിൽ നാളെ ഞാൻ എത്തിയിരിക്കുമെന്ന്. മനസ്സിലായോ നിങ്ങൾക്ക്? ഗലീലയിലെ കാനാവിൽ എന്ന് പറഞ്ഞപ്പോൾ മേറെയും കാനാവ് അവിടെയുണ്ട്. വളരെ പർട്ടിക്കുലറായിട്ട് ആ എഴുത്തുകാരൻ കൃത്യമായിട്ട് എഴുതി, ഗലീലയിലെ കാനാവിലെ 3-ാമത്തെ ദിവസം, ഹല്ലേലൂയ, ആ കല്യാണ വീട്ടിൽ സ്തോത്രം ഒരു സ്കേഴ്സിറ്റി, ഒരു ദൗർലഭ്യത, ഒരു വല്ലാത്ത സങ്കടം ആ ഭവനത്തിൽ വെളിപ്പെട്ടു. വായിച്ചേ, താഴേക്കുള്ള ഭാഗം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. ഗലീലയിലെ കാനാവിൽ അടുത്തത്, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട പദമാണ്. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ യേശുവിന് മുന്നമേ അവിടെ ഉണ്ടായിരുന്നു, വന്നിരുന്നു. അങ്ങനെയെങ്കിൽ അത് ഏറ്റവും ബന്ധുക്കളായ, ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ളവരുടെ വിലപ്പെട്ട, അത്ര ഡീപ്പ് റിലേഷനിലുള്ളൊരു വിവാഹമാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത പദം, യേശുവിനെയും ശിഷ്യന്മാരെയും ആ വിവാഹത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. വിവാഹത്തിന് ക്ഷണിച്ചിട്ട് പോകുന്നവർക്കായി സ്തോത്രം, ക്ഷണിക്കാതെ പോകുന്നവർക്കുമായി സ്തോത്രം. ഹല്ലേലൂയ. ക്ഷണിക്കാതെ പോകുമ്പോഴാണ് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതെന്നാണ് എൻ്റെ വിചാരം കേട്ടോ. ഹല്ലേലൂയ. കാരണം വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയി. ഈ ക്ഷണിക്കാതെ പോവുക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു കുത്തുകൊള്ളൽ, വചനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങോട്ട് മാത്രമല്ല, ഇങ്ങോട്ടും കുത്തും. അത് ഞാൻ ചില കല്യാണങ്ങളിൽ ഇപ്പോൾ ക്ഷണിക്കാതെ പോകുന്നുണ്ട്. ഹല്ലേലൂയ. വേറൊന്നും കൊണ്ടല്ല കേട്ടോ. എൻ്റെ ഒരു സ്നേഹിതൻ, ആ കർത്താവിൻ്റെ ദാസനാണ്. ആ കല്യാണം പലപ്പോഴും സോളമനൈസ് ചെയ്യുന്നതോ അതിന് ആശീർവാദം പറയുന്നതോ അങ്ങനെ പല കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ടാകും. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോകേണ്ട ഒരു സാരഥി അല്ലെങ്കിൽ ഒരു ഡ്രൈവർ പൊസിഷൻ എനിക്ക് പലപ്പോഴും അലങ്കരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഡ്രൈവറായി പോകുന്നതിൽ സന്തോഷിക്കുന്നയാളാണ് കേട്ടോ ഞാൻ. ഹല്ലേലൂയ. കാരണം നമ്മെ കൊണ്ടൊരു ഉപകാരം ഒരാൾക്കുണ്ടാകുന്നെങ്കിൽ ഒത്തിരി സന്തോഷം. അങ്ങനെ ഒരുപാട്, എനിക്കൊന്നും ആഴ്ചയിൽ ഒരു 3 കല്യാണത്തിനെങ്കിലും അങ്ങനെ വിളിക്കാതെ ഞാൻ പോകുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ പോയത് കൊണ്ട് ഇന്ന് വരെ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടായതായി കേൾക്കാത്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കല്യാണത്തിനൊക്കെ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എൻഗേജ്മെൻറ്റിന് സകുടുംബ സാന്നിധ്യം വിളിക്കും, ചിലയിടങ്ങളിൽ വിവാഹത്തിന് വിളിക്കും, ചിലയിടങ്ങളിൽ നമ്മുടേതല്ല അപ്പുറത്താണെങ്കിൽ പ്രതിനിധികളെ വിളിക്കും. പ്രതിനിധികളെ വിളിക്കുന്ന സ്ഥാനത്ത് സകുടുംബ സാന്നിധ്യവും സകുടുംബം വിളിക്കുന്ന സ്ഥാനത്ത് പ്രതിനിധിയും പോയാൽ എങ്ങനെ ഉണ്ടാകും? ഹല്ലേലൂയ. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാൽക്കുലേഷൻ ആകെ തെറ്റിപ്പോകും ആ വീട്ടുടമസ്ഥൻ്റെ. ഹല്ലേലൂയ. ഇവിടെ എന്തായാലും ഹല്ലേലൂയ, ആ വീടിൻ്റെ അകത്തുണ്ടായ ഒരു സ്കേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആമേൻ, മുന്തിരിച്ചാറ് അല്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞായറാഴ്ച നമ്മൾ ഹല്ലേലൂയ തിരുമേശയ്ക്ക് വേണ്ടി എടുക്കുന്ന മുന്തിരി പിഴിഞ്ഞെടുക്കുന്ന ഒരു മുന്തിരി ജ്യൂസ് അല്ല തീർന്നു പോയത്. വേറെ എന്താണ് തീർന്നു പോയത്? വീഞ്ഞാണ് തീർന്നു പോയത്. ഹല്ലേലൂയ. എന്താ അങ്ങനെ പറയാൻ പിന്നിലെ കാരണം? വിരുന്നുവാഴി പറയുന്നൊരു ഡയലോഗുണ്ട്. എന്താണ്? അവൻ സാധാരണ വീടുകളിൽ നടക്കുന്നൊരു പരിപാടി, ആദ്യ സമയങ്ങളിൽ മുന്തി ഇനം വീഞ്ഞും പിന്നെ ലഹരി പിടിച്ച ശേഷം പുതുമയാർന്നത് ഇളപ്പമാർന്നതും കൊടുക്കുമാറുണ്ടെന്നുള്ളത്. സ്തോത്രം. അപ്പോൾ അവൻ അതത് സമയത്ത് ലൈവായിട്ട് അടിച്ചെടുക്കുന്ന ജ്യൂസ് അല്ല ഇവിടെ തീർന്നത് എന്താണ്? വീഞ്ഞാണ് തീർന്നത്. എക്സൈസുകാർ കേൾക്കാതിരിക്കുന്നെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഹല്ലേലൂയ. ഡിസംബർ 25-ാം തീയതിയൊക്കെ വരുന്ന സമയത്ത് കാലേക്കൂട്ടി തീരുമാനിച്ച് നമ്മുടെ അമ്മാമ്മമാർ ഫെബ്രുവരിയിലെ വീഞ്ഞിടാറുണ്ട്. ഹല്ലേലൂയ. ഇവിടുത്തുകാരുടെ കാര്യമല്ല പറഞ്ഞത്, എൻ്റെ എറണാകുളത്തൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നേരത്തെ ഇട്ട് വെക്കും. കാരണം ഇത് മാസങ്ങൾ ഇട്ട് വെച്ചെങ്കിലേ അതിൻ്റെ ഒരു ക്വാളിറ്റിയിലേക്ക് വരത്തുള്ളൂ. പറഞ്ഞു വരുന്നതിൻ്റെ ആശയം മനസ്സിലാകുന്നുണ്ടോ? 3-ാമത്തെ ദിവസം തന്നെ ആ വീടിനുണ്ടായ വല്ലാത്ത ബുദ്ധിമുട്ട്, ഹല്ലേലൂയ, വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു. അർത്ഥാൽ ആ വീടിനുണ്ടായ പ്രശ്നത്തിനൊരു പരിഹാരം പെട്ടെന്ന് ഉണ്ടാകത്തില്ല. ആ വീടിനുണ്ടായ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം കണ്ണടച്ച് തുറക്കുന്ന മാത്രയിൽ ഉണ്ടാകത്തില്ല. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടത്തൊരു 10 പേരധികം വന്നു, 30 പേര്, 50 പേരധികം വന്നു. ഭാരപ്പെടേണ്ട കാര്യമില്ല. അടുത്തൊരു ഹോട്ടലിലേക്ക് പോയാൽ കാര്യം ക്രമീകരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ സാധ്യമല്ല. ഹല്ലേലൂയ. ആമേൻ. മുന്തിരിച്ചാറ് കൊടുക്കാൻ പറ്റില്ല, വീഞ്ഞ് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് നാളുകളെടുത്ത്, മാസങ്ങളെടുത്ത്, എൻ്റെ ഒപ്പം പറയണം കേട്ടോ, മാസങ്ങളെടുത്ത്
മാത്രമേ ഈ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ. അതാ ഗ്രഹനാഥൻ്റെ സങ്കടമെന്ന് പറയുന്നത്. ഇനി ഇതിനെ മുന്തിരി ഇട്ട് വെച്ച് നാളുകൾ എടുത്ത് പ്രോസസ്സ് ചെയ്ത് എങ്കിൽ മാത്രമേ ക്വാളിറ്റി ഉള്ളത് എനിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സങ്കടത്തോടെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് പകലിലും ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കുന്നു എങ്കിൽ ഞാൻ കൃത്യതയോടെ നിങ്ങളുടെ ഒരു വാചകം ഏറെ ശക്തമായി നിങ്ങളോട് പറയുക. കണ്ണടച്ച് തുറക്കുന്ന മാത്രയിൽ ഒരത്ഭുതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമെങ്കിൽ, എൻ്റെ യേശു ജീവിക്കുന്ന ദൈവമാണ് എങ്കിൽ ഞാൻ ആവർത്തിച്ചുറപ്പിച്ചു പറയാം, നാളുകളെടുത്തേ പാസ്റ്റേ ഇതിന് പരിഹാരമുണ്ടാകത്തുള്ളൂ, മാസങ്ങളെടുത്തേ ഇതിനൊരു ശമനമുണ്ടാകത്തുള്ളൂ. അങ്ങനെയാണ് ഇന്നുവരെയും സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ നിന്റെ കാര്യത്തിൽ അങ്ങനെ ആവുകയില്ല. കണ്ണടച്ച് തുറക്കുന്ന മാത്രയിൽ ഒരത്ഭുതം സംഭവിക്കാൻ പാകത്തിന്, ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നേരത്തെ സംഭവിച്ചതിനേക്കാൾ ക്വാളിറ്റിയോടുകൂടി പുറത്തു കൊണ്ടുവരാൻ കരുത്തുള്ള ഒരു കർത്താവിനെ നിന്റെ ഭവനത്തിൽ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, റെഡി ടു റിസീവ് എ മിറക്കിൾ ഫ്രം അബവ്, ഉയരത്തിൽ നിന്ന് ഒരു അത്ഭുതത്തെ സ്വീകരിക്കാൻ നീ ഒരുങ്ങണം. പ്രസംഗിക്കുന്നയാളുടെ പ്രസക്തിയല്ല, വിളിച്ചു പറയുന്ന വചനത്തിന്റെ മാധുര്യമാണ്. അവൻ വേഗത്തിലൊരു പ്രതിവിധി ഉണ്ടാകത്തില്ല, വേഗത്തിലൊരു ശമനം അതിനുണ്ടാകത്തില്ല, വേഗത്തിൽ അതിനൊരു ആശ്വാസം ഉണ്ടാകത്തില്ല. ആര് പറഞ്ഞു? എൻ്റെ യേശുവിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരെയും പോലെ ഞാൻ ആകത്തില്ല. എൻ്റെ യേശുവിൻ്റെ കൂടെയുണ്ടെങ്കിൽ അവിടെ നടന്നതുപോലെ ഇവിടെ നടക്കുകയില്ല. നീയും തലതാഴ്ത്തും, കുടുംബമായി തലതാഴ്ത്തും, മറ്റുള്ളവരെ പോലെ ഇനി നിനക്ക് സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ ഒക്കത്തില്ല. അയ്യോ, വിളിച്ചവരുടെ മുമ്പിൽ നീ അപമാനിക്കപ്പെടത്തേ ഉള്ളൂ. വരുന്ന വലിയ ജനത്തിന്റെ നടുവിൽ നീ നാണം കെട്ട് നിൽക്കത്തേ ഉള്ളൂ എന്ന് നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ മിറക്കിൾ പെർഫോം ചെയ്യാൻ ഒരു പാസ്റ്റർ ഇവിടെയില്ല. പക്ഷേ അത് സാധ്യമാക്കി തരാൻ ഉള്ളുരുകി കരയുന്നവന്റെ അരികിലേക്ക് ഇറങ്ങി വന്നിട്ട് അത്ഭുതങ്ങൾ നിറവേറ്റാൻ കരുത്തുള്ള ഒരു ആത്മമണവാളൻ ഈ കല്യാണത്തിൽ വന്നിട്ടുണ്ട്. നിന്റെ സങ്കടം ഇന്നും എൻ്റെ കർത്താവ് കേൾക്കുന്നുണ്ട്. വേഗത്തിലൊരു അത്ഭുതം പ്രതീക്ഷിക്കാൻ, വേഗത്തിലൊരു മിറക്കിൾ പ്രതീക്ഷിപ്പാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കനാവിലെ കല്യാണത്തിനുണ്ടായ ആ വല്ലാത്ത സ്കേഴ്സിറ്റി എന്ന് പറയുന്നത് സങ്കടം ജനിപ്പിക്കുന്നത് തന്നെയാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. മുന്തിരിയെക്കുറിച്ച് പറയണമെന്നൊരു നിയോഗം, ആമേൻ, വീഞ്ഞിനെക്കുറിച്ച് പറയണമെന്നൊരു നിയോഗം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. 2-3 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത് കേട്ടോ. ഹല്ലേലൂയ. വീഞ്ഞ് പോരാതെ വരികയാൽ, സ്തോത്രം, ആമേൻ, വീഞ്ഞായി മാറിയ വെള്ളം. 3 വെള്ളം വീഞ്ഞാക്കിയ. ആ 2 പദങ്ങൾ ഒന്നൊരുമിച്ച് പറയാവോ നിങ്ങൾക്ക്? ആമേൻ, വീഞ്ഞായി മാറിയ വെള്ളം. അതിൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ, വീഞ്ഞായി മാറിയ വെള്ളം. ഇപ്പൊ വെള്ളമാണോ അത്? ഇപ്പൊ വെള്ളമാണോ? വെള്ളമല്ല. പക്ഷെ പറയുമ്പോഴെന്തേ പറയുന്നുള്ളൂ? വീഞ്ഞായി മാറിയ വെള്ളം. ചിലരങ്ങനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. എത്ര മാറ്റം ഉണ്ടായാലും, എത്ര വളർച്ച ഉണ്ടായാലും, എത്ര ആലോചന പറഞ്ഞാലും, എത്ര പ്രവചിച്ചാലും, എത്ര നന്നായിട്ട് പാടിയാലും, എത്ര കൈയടിച്ചാലും പറയും നീ വെള്ളമല്ലേ എന്നാ ചോദിക്കുന്നേ. ഹല്ലേലൂയ. അച്ഛ, പണ്ടായിരുന്നു അച്ഛ ഞാൻ വെള്ളം, പക്ഷെ കർത്താവ് ഇന്ന് എന്നെ മാറ്റി എന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും? ആരും അംഗീകരിച്ചില്ലെങ്കിലും നിന്റെ വളർച്ചയുടെ തലം കണ്ട അസൂയ പൂണ്ടാലും വീഞ്ഞായി മാറിയ വെള്ളമാണ് ചാതെന്ന് പറഞ്ഞാലും സാരമില്ല കുഞ്ഞേ, നീ വീഞ്ഞിന്റെ ക്വാളിറ്റിയോടുകൂടി നിലകൊള്ളു. അതിന്റെ മഹത്വം അതിൻ്റെ അകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യട്ടെ. ഹല്ലേലൂയ. വീഞ്ഞായി മാറിയ വെള്ളം. ഹല്ലേലൂയ. വീഞ്ഞായി മാറിയ വെള്ളം. നിന്റെ മുൻകാല അനുഭവമാണ് വെള്ളം, പക്ഷെ ഈ കാല അനുഭവം വീഞ്ഞാണെന്ന്. ഹല്ലേലൂയ. 4:46 നമ്മൾ വായിച്ചത് വെള്ളം വീഞ്ഞാക്കിയ കാനാവില്. ഹല്ലേലൂയ. അവ കാണുന്നവൻ തീർത്തു പറയുകയാണ്, ഇത് വെള്ളമല്ലച്ച, ഇയാൾ പഴയ ആളല്ല, ഈ സഹോദരി പഴയ ആളല്ല, പഴയ സംസാരമല്ല, പഴയ രീതിയല്ല, പഴയ ഇടപാടല്ല, പഴയ ചിന്തകളല്ല, പഴയ ബിഹേവിയർ അല്ല, പഴയ ആശയങ്ങളല്ല. വെള്ളം അത് വീഞ്ഞായി മാറി. എൻ്റെ ഒപ്പം ഉണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. ഏറ്റവും ലളിതവൽക്കരിച്ചാണ് പറയുന്നത്. ഈ ചിന്ത നമ്മുടെ അകത്തളങ്ങളിൽ ഉണ്ടാകട്ടെ. കർത്താവ് എളിയവൻ്റെ അകത്ത് നൽകിയ നിയോഗം എന്ന് പറയുന്നത് ആമേ ട്രാൻസ്ഫോർമേഷൻ, ആമേ
വീഞ്ഞായി മാറിയ വെള്ളം അത് പഴയ മനുഷ്യനോട് തുലനം ചെയ്യുമ്പോൾ വെള്ളം വീഞ്ഞാക്കിയ എന്ന് പറഞ്ഞാൽ അത് പുതിയ മനുഷ്യനെയാണ് തുലനം ചെയ്യുന്നത്. ഹല്ലേലൂയ. പഴയതും പുതിയതും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ ജീവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആലയത്തിലേക്ക് വരുമ്പോൾ കാണിക്കുന്ന വിശുദ്ധിയുടെ അഭിനയങ്ങളല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആലയത്തിൻ്റെ അകത്തേക്ക് കയറി വരുമ്പോൾ കാണിക്കുന്ന അഭിനയ പ്രകടനങ്ങളെയല്ല ഞാൻ പറഞ്ഞത്. നിന്റെ ഭവനത്തിലും ഏകാന്തതയിലും ഇവിടെയും പുറത്താണെങ്കിലും ഹല്ലേലൂയ പഴയത് കഴിഞ്ഞുപോയി എന്ന് പറയാൻ, ഞാൻ പുതുമനുഷ്യനാണെന്ന് പറയാൻ അധികാരവും കരുത്തുമുള്ള ആത്മീകർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാണുന്നവരത് പറയണം, പുറത്തിറങ്ങി നമ്മളെ കാണുന്നവർ പറയണം, ഇത് വീഞ്ഞായി മാറിയ വെള്ളമല്ല, വെള്ളം വീഞ്ഞാക്കിയതാണ്. Hallelujah, 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 hallelujah. ആമേൻ, സ്തോത്രം. വീഞ്ഞായി മാറിയ വെള്ളം. ഞാൻ ആ ഭാഗത്തെ വളരെ നന്നായി ഒന്ന് ശ്രദ്ധിക്കുന്ന സമയത്ത്, ഈ വീഞ്ഞ ദൗർലഭ്യമാകുന്ന സമയത്ത് അമ്മ വന്ന് മകനോട് പറയുന്നൊരു ഡയലോഗ്, അങ്ങനെ പറയുന്നതിൽ തെറ്റില്ലല്ലോ അല്ലേ? അമ്മ വന്ന് മകനോട് പറയുന്നൊരു വാചകം എന്താ പറയുന്നത്? ഹല്ലേലൂയ. അവർക്ക് വീഞ്ഞ പോരാതെ വരികയാൽ അവൻ്റെ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. ആരോട് പറഞ്ഞു? എൻ്റെ ഒപ്പം പറഞ്ഞേ, അമ്മ മകനോട് പറഞ്ഞു. അങ്ങനെ മനസ്സിലാക്കാമോ? അമ്മ മകനോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഹല്ലേലൂയ. ഒരാവശ്യം പറഞ്ഞു. ആരുടെ ആവശ്യം പറഞ്ഞു? മറ്റൊരുവൻ്റെ ആവശ്യം പറഞ്ഞു. സ്തോത്രം. സ്വന്തം ആവശ്യം പോലും സ്വന്തം മക്കളോട് പറയാൻ പറ്റാത്ത ഈ കാലത്ത് ഹല്ലേലൂയ, ഇതെത്ര മാതൃകയുള്ളൊരു വാചകമാണ് പ്രിയരെ. ഹല്ലേലൂയ. മറ്റൊരുവൻ്റെ ആവശ്യം എൻ്റെ മകനോടൊന്ന് പറഞ്ഞാൽ അവനത് ചെയ്യുമെന്ന ആ മാതാവിൻ്റെ ഉറപ്പ്. മോനെവിടെ? മോനങ്ങ് ദുബൈയിലാണ്. മോനെവിടെ? മോൻ വിദേശത്താണ്. ഹല്ലേലൂയ. അപ്പോൾ ആവശ്യം അവനോടൊന്ന് പറഞ്ഞാൽ ഈ ഒരു മാസത്തെ ഫീസ് അടക്കാൻ, നിന്റെ ഈ തൽക്കാലമുള്ളൊരു പ്രയാസം ഒന്ന് മാറാൻ എൻ്റെ ഒപ്പം ഉണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. എൻ്റെ മകനോട് ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കുമെന്ന് ഉറപ്പുള്ള എത്ര അമ്മമാരുണ്ട് ഇതിൻ്റെ അകത്ത്? എൻ്റെ മക്കളോട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അവനത് തിരസ്കരിക്കില്ല എന്നുറപ്പുള്ള എത്ര പിതാക്കന്മാർ ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്? ഹല്ലേലൂയ. രക്തം ചെയ്യ ഈ അമ്മയുടെ ഉറപ്പായിരുന്നു എന്ത്? ഹല്ലേലൂയ. ഈ അത്ഭുതം, ഒരാവശ്യം എൻ്റെ മകനോട് വന്ന് പറയണമെന്ന്. ഹല്ലേലൂയ. രക്തത്താലെ ജയം. സ്തോത്രം. എന്താ അമ്മ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പിന്നിലെ കാരണം? ഒരമ്മ ഇങ്ങനെ പറയാം. നിങ്ങളൊന്ന് കരുതിക്ക്, വീട്ടിൽ നമ്മളൊരു ഫംഗ്ഷൻ നടത്തുന്നു, ആൾക്കാർ വരുന്നു, അമ്മ ചായയ്ക്ക് പാല് തീർന്നു പോകുന്നു. മക്കളെ, പാല് തീർന്നു, 3 കവർ മേടിച്ചതാ, തീർന്നു പോയി, ഇനി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. ഇന്നത്തെ കാലത്ത് ഒരമ്മ മകനോട് ഇത് പറഞ്ഞാൽ, മകനോട് അമ്മ പറഞ്ഞതിൻ്റെ ലക്ഷ്യം എന്താണ്? ഹല്ലേലൂയ. അടുത്തുനിന്ന് അമ്മച്ചി പുറത്തുനിന്നൊരു കലവെടുത്ത് അതിൻ്റെ അകത്ത് വെള്ളം കോരി ഒഴിച്ച് ഞാനതിനുടനെ പാലാക്കി തരാമെന്ന് ആരെങ്കിലും പറയുമോ? അങ്ങനെ ഒരു പ്രതീക്ഷ അമ്മയ്ക്കില്ല. പക്ഷേ ഈ പറഞ്ഞ അമ്മയുടെ പ്രതീക്ഷ അപ്പുറത്തെ വീട്ടിൽ പോയി വീഞ്ഞെടുത്തുണ്ട് വാടായെന്ന് പറയാനായിട്ടല്ല, മറ്റാർക്കും അറിയാൻ പാടില്ലെങ്കിൽ കുഞ്ഞെ ഇവനാരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. യേശുവിനോടൊരു കാര്യം ആരാ പറയുന്നതെന്നറിയാവോ? യേശു ആരാണെന്ന് അറിയുന്നവനെ പറയത്തുള്ളൂ. ഹല്ലേലൂയ. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച്, യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് കിംവദന്തികൾ പറയുമ്പോൾ രഹസ്യത്തിൽ ഉപായരൂപേണ ഉപേക്ഷിക്കാനായിട്ട് ജോസഫ് ശ്രമിച്ചെങ്കിൽ പോലും ഉദരത്തിൽ വഹിച്ച ഈ ബീജം, ഉദരത്തിൽ വഹിച്ച ഈ കുഞ്ഞിൻ്റെ ജന്മയവകാശം അത് ഉയരത്തിൽ നിന്ന് വന്ന ശക്തിയാണെന്ന് അറിയുന്ന മാതാവിനറിയാം, ഞാൻ വഹിക്കുന്നത് ഒരു ദൈവാംശത്തെയാണ് വഹിക്കുന്നതെന്ന്. എന്താ നീ സങ്കടം യേശുവിനോട് തീർത്തു പറയാത്തത്? എന്താ നീ ആവശ്യം യേശുവിനോട് തുറന്നു പറയാത്തത്? ഒരു അപ്പനോട് പറയുന്നതിനേക്കാൾ, ഒരു അമ്മയോട് പറയുന്നതിനേക്കാൾ, അമേരിക്കയിലുള്ള ഒരു വ്യക്തിയോട് പറയുന്നതിനേക്കാൾ ഏറ്റവും നന്നായി തുറന്നു പറയാൻ കരുത്തുള്ള, കാഴ്ചപ്പാടുള്ള, പ്രാപ്തിയുള്ള ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. അത് നമ്മുടെ യേശു കർത്താവാണ്. രക്തത്താലെ ജയ. ഹല്ലേലൂയ. പറയുന്നവനൊരു ഉറപ്പ് വേണം. ഈ അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നതിൻ്റെ അടുത്ത തെളിവാണ് അവനെന്തെങ്കിലും, ഹല്ലേലൂയ, അവനെന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുവിൻ. ഹല്ലേലൂയ. മകൻ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുള്ള ഒരു മാതാവ്. ഹല്ലേലൂയ. പ്രാർത്ഥനയോട് ഞാനൊന്ന് കണക്ട് ചെയ്തോട്ടെ, പ്രാർത്ഥനയോട് ഞാനിതിനൊന്ന് കണക്ട് ചെയ്തോട്ടെ. ഹല്ലേലൂയ. യോഹന്നാന്റെ ലേഖനം 5:15 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചതിന് ഉത്തരം, പ്രാർത്ഥിച്ചത് അവിടെ നിന്ന് കേട്ടു എന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നു എങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക്
മറുപടി ലഭിച്ചുവെന്ന്. ഹല്ലേലൂയ. യേശുവിനോട് നീ പങ്കുവയ്ക്കുന്ന പ്രാർത്ഥന, യേശുവിനോട് നീ അപേക്ഷിക്കുന്ന അപേക്ഷകൾ അവിടുന്ന് ചെയ്തു തരാൻ കരുത്തുള്ളവനാണെന്ന് എൻ്റെ ഹൃദയത്തിൽ ആദ്യം ഒന്ന് ഉറപ്പിക്കട്ടെ പ്രിയരെ. ഇരുമനസ്സുള്ളവനൊന്നും പ്രാപിക്കില്ല, അവൻ ഇരുമനസ്സുള്ളവനൊന്നും സ്വീകരിക്കത്തില്ല. അവൻ ജീവനുള്ള വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഇന്നും ഉപവസിക്കുന്ന പ്രിയരെ, നിങ്ങൾ മറുപടി കാണുക തന്നെ ചെയ്യും. അടുത്തിരിക്കുന്നവൻ്റെ കാര്യം നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഉറപ്പോടുകൂടിയാണോ കർത്താവിനോട് പറഞ്ഞത്? അമ്മ നിങ്ങൾ പ്രാപിക്കുക തന്നെ ചെയ്യും. അമ്മയ്ക്ക് ഉറപ്പുണ്ട്. എന്തിൻ്റെ അകത്ത്? എൻ്റെ മോൻ്റെ ഡിവിനിറ്റിയുടെ വിഷയത്തിൽ, എൻ്റെ മോൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വിഷയത്തിൽ, എൻ്റെ മകൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവാംശത്തിൻ്റെ വിഷയത്തിൽ. അമ്മ പരിദേവനങ്ങളെ മാറ്റി, സങ്കടങ്ങളെ മാറ്റി, അമ്മ അവിശ്വാസങ്ങളെ മാറ്റി, ഇരുമനസ്സുകളെ മാറ്റി ഉറപ്പിച്ചൊന്ന് ദൈവത്തോട് നിൻ്റെ ആവശ്യം പറ. അവൻ നിന്റെ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ഇല്ലായ്മകളുടെ മേൽ ഒരു നിറവ് പകരാൻ കരുത്തുള്ള ദൈവമുണ്ടെന്ന് ഇന്ന് നിങ്ങൾ കേൾക്കെ പറയാൻ എളിയവന് കർത്താവ് നിയോഗം തന്നെങ്കിൽ ആ വാചകത്തിന്റെ മേൽ വെളിപ്പെട്ടു വരേണ്ടിയതായ ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ഹല്ലേലൂയ. മാതാവിന് മകനെ അറിയാമെന്നേ, അമ്മയ്ക്ക് മകനെ അറിയാമെന്നേ. ഹല്ലേലൂയ. യേശു ആരാണെന്ന് അതിനു മുമ്പ് ലാസറിനെ പുറത്താക്കിയ റെക്കോർഡിക്കലെ ഇവന്റ് നമ്മൾ കാണുന്നില്ല. വല്ലാത്ത അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ള മഹനീയമായത് കാണുന്നില്ല. അവൻ ഇതിനു മുമ്പ് പെർഫോം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നില്ല. രക്തം ചെയ്യുക, അവൻ ഒന്നും കാണാനില്ലെങ്കിലും കുഞ്ഞെ എനിക്കറിയാം എൻ്റെ കർത്താവിനെ. ഹല്ലേലൂയ. ആരും പറഞ്ഞിട്ടല്ല എനിക്കെൻ്റെ യേശുവിനെ അറിയുന്നത്, എനിക്കവനെ വ്യക്തിപരമായി അറിയാമെന്ന് പറയുന്നവൻ. ഹല്ലേലൂയ. ഒപ്പം ഉണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. അവിടെ ചേർന്ന് നടക്കുന്ന ശിഷ്യന്മാർ പോലും ഈ പെർഫോമൻസിന് ശേഷമാണ് യേശുവിനെ വിശ്വസിച്ചത് എന്ന് നമ്മൾ അവിടെ വായിക്കുന്നെങ്കിൽ രക്തം ചെയ്യുക, അമ്മയ്ക്ക് മകനിലുണ്ടായ ഉറപ്പ് അതെത്ര വലുതായിരിക്കും പ്രിയരെ. ഹല്ലേലൂയ. നിങ്ങൾ സ്വർഗ്ഗത്തോട് ചോദിക്കുന്ന പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ഉറപ്പ് പ്രാപിക്കണമെന്ന് ഈ പകലിൽ ആരെയോ ഓർപ്പിച്ചുണർത്തുകയാണ്. ഹല്ലേലൂയ. മറ്റൊരാൾ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ആ ആവേശമകത്ത് കയറിയായിരിക്കാം പ്രാർത്ഥിക്കുന്നത്. പക്ഷെ പറയുന്നത് ആരോട് എന്നുറപ്പിച്ചിട്ട്, അവിടുന്ന് കരുത്തനായ ദൈവമെന്ന് മനസ്സിലാക്കിയിട്ട്, അവിടുന്ന് സർവശക്തനായ ദൈവമെന്ന് തിരിച്ചറിഞ്ഞിട്ട്, അവിടുന്ന് സർവജ്ഞാനിയായ ദൈവമെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഉറപ്പോടുകൂടി നീ എന്ന് പറഞ്ഞു നോക്ക്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഹോള് വിടുന്നതിന് മുൻപ് ഒന്നുകൂടി ഞാൻ ഉറപ്പിക്കാം, ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഹോള് വിടുന്നതിന് മുൻപ് ഒരത്ഭുതം ചെയ്യാൻ കരുത്തുള്ള ഒരു കർത്താവ് നമുക്കുണ്ട്. നിന്റെ ആവശ്യം ജെന്യൂൻ ആണെങ്കിൽ, നിന്റെ ആവശ്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമെങ്കിൽ, നിന്റെ ആവശ്യത്തിൻ്റെ മേൽ കണ്ണുനീരിൻ്റെ ആഴങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ നിനക്കായി അവിടെ നിന്ന് എഴുന്നേൽക്കുക തന്നെ ചെയ്യൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ യേശുവിനോട് പറഞ്ഞ വാചകമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവർക്ക് വീഞ്ഞു പോരായത് വരികയാൽ അവർക്ക് വീഞ്ഞില്ല എന്ന്. സ്തോത്രം. ഇന്ന് അപ്പനോട് മക്കൾക്ക് ഒന്നും പറയാനായിട്ടൊക്കത്തില്ല. അപ്പം പറഞ്ഞാൽ മക്കൾ കേൾക്കത്തുമില്ല. ഹല്ലേലൂയ. അമ്മ പറഞ്ഞാലോ കേൾക്കത്തുമില്ല. ഹല്ലേലൂയ. ആ കാലത്തിലേക്ക് വന്നേക്കുക. രക്തം ചെയ്യും. സ്തോത്രം. ആമേൻ. സ്തോത്രം. അവൻ മടങ്ങി വരട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ ഐക്യം. അപ്പൻ്റെ വാക്കുകൾ വില കൊടുക്കുന്ന, അമ്മയുടെ വാക്കുകൾക്ക് വില കൊടുക്കുന്ന, കുടുംബജീവിതത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധന നല്ലതാണ്, സ്തോത്രം നല്ലതാണ്, കയ്യടി നല്ലതാണ്, അന്യഭാഷ നല്ലതാണ്, പ്രവചനം നല്ലതാണ്, ആത്മീക വർധനവിനാണ്, അതെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ അവനൊരു ക്രിസ്ത്യാനി ഉയർത്തിപ്പിടിക്കേണ്ടതായ ധാർമ്മിക മൂല്യങ്ങളുണ്ട്. അത് കളഞ്ഞു മുടിച്ചിട്ടാകരുത് ഒരാത്മീകതയും എന്ന് പറയുന്നത്. ഒരാൾ നമ്മുടെ ഭവനത്തിലേക്ക് കയറി വന്നാൽ അയാൾ അറിയണം ഇതൊരു ആത്മീകൻ്റെ വീടാണ്. മറ്റൊരാൾ നമ്മുടെ കുടുംബത്തെ കണ്ടാൽ, കുടുംബജീവിതത്തെ കണ്ടാൽ, നമ്മുടെ സംഭാഷണം കേട്ടാൽ, നമ്മുടെ തലമുറകളെ കണ്ടാൽ, ഒരമണിക്കൂർ നമ്മളോട് കൂടെ മറ്റൊരുവനൊന്ന് ചെലവഴിച്ചാൽ, ഹല്ലേലൂയ, ഇവൻ പ്രസംഗിക്കുന്ന സ്വർഗം ഇവൻ്റെ വീട്ടിലുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി വേണം നമ്മോട് പ്രസംഗിക്കുന്നവൻ, നമ്മുടെ പ്രസംഗം കേൾക്കുന്നവൻ നമ്മുടെ അടുത്ത് നിന്ന് മടങ്ങിപ്പോകാനായിട്ട്. ഹല്ലേലൂയ. ഇവൻ പ്രസംഗിക്കുന്ന സമാധാനം ഇവൻ്റെ ഭവനത്തിൽ ഉണ്ടല്ലോ എന്നറിഞ്ഞിട്ട് വേണം നമ്മോട് ഇടപെടുന്നവർ നമ്മെ വിട്ട് മടങ്ങിപ്പോകാൻ. ഹല്ലേലൂയ. അപ്പൻ പറയുന്നത് മക്കൾ കേൾക്കുന്ന. ആമേൻ. മക്കളും അപ്പനും അമ്മയും തമ്മിൽ നല്ല ഒരു ബന്ധമുള്ള കുടുംബങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ സ്തോത്രം ഒരു ഭവനത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഹല്ലേലൂയ, പ്രായത്തിൽ കിടക്കുക, പ്രായമുണ്ട്, ഒരല്പം പ്രായമുണ്ട് അപ്പച്ചന്. ഹല്ലേലൂയ, സ്തോത്രം. ക്ഷീണ മാംസം അസ്ഥിയോട് പറ്റിക്കിടക്കുക. ഹല്ലേലൂയ. ഞാൻ നോക്കുന്ന സമയത്ത് ഒരു സ്പൂണിൻ്റെ അകത്ത് ലേശം വെള്ളം ഇങ്ങനെ തൊട്ട് കൊടുക്കുക. അപ്പച്ചന് നല്ല ദാഹമുണ്ട്. ഹല്ലേലൂയ. അപ്പുറത്തെ ഊണുമേശയിൽ നിന്ന് നല്ല ആഹാരത്തിൻ്റെ മണം വരുമ്പോൾ അപ്പച്ചനത് പറയുന്നുണ്ട്, പക്ഷെ മക്കൾ കൊടുക്കത്തില്ല. എന്താ കുഞ്ഞ് കൊടുക്കാത്ത? ഹല്ലേലൂയ. കൂടുതൽ കൊടുത്താൽ കൂടുതൽ പോകും വയറ്റിന്ന്. ഹല്ലേലൂയ. ആമ കേട്ടോ, നിങ്ങൾ കേട്ടോ? ഹല്ലേലൂയ. കൂടുതൽ ആഹാരം അപ്പച്ചന് കൊടുത്താൽ കൂടുതൽ വയറ്റിന്ന് പോകും. അതുകൊണ്ട് കുറച്ച് കൊടുക്കുന്നുള്ളൂ. കുറച്ച് കൊടുത്താൽ കുറച്ച് കഴുകിയാൽ മതി. ഹല്ലേലൂയ. കുറേശ്ശെ ഡയപ്പർ മാറ്റിയാൽ മതി. രക്തം ക്ഷയം അരുത് കേട്ടോ, അരുത് കേട്ടോ, അരുത് കേട്ടോ. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും അനുഗ്രഹം നിനക്ക് വേണം. ഒന്നുകൂടി ഞാൻ തീർത്ത് പറയാ, നിന്റെ അപ്പൻ നിന്നെ അനുഗ്രഹിക്കണം, നിന്റെ അമ്മ നിന്നെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കും, നിശ്ചയം. നല്ല കാര്യം നൽകട്ടെ. ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ നിന്റെ അപ്പന് നിന്നെ അനുഗ്രഹിക്കാൻ തോന്നണം, നിന്റെ അമ്മയ്ക്കും നിന്നെ അനുഗ്രഹിക്കാൻ തോന്നണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിഷന്ന് പൊരിഞ്ഞു കിടക്കുക, ഒരു നോളിലും മീനും കൂട്ടി ഒരല്പം ഒരാഹാരം കഴിക്കുക. ആ പിതാവിൻ്റെ അകത്ത് ആഗ്രഹം ഉണ്ടായിട്ട് കൊടുക്കാൻ വിസമ്മതിച്ചു നിൽക്കുന്ന ആ കുടുംബത്തിൻ്റെ അകത്ത് എന്ത് ദൂതാ പറയേണ്ടത്? പിന്നെ അങ്ങോട്ട് സന്ദേശങ്ങൾ വരുവോ? ഹല്ലേലൂയ, വരത്തില്ല. ഹല്ലേലൂയ. വളരെ നീറിയ അന്ന് വൈകിട്ടും അവിടെ ശുശ്രൂഷ ചെയ്തത്. സഹോദരങ്ങളെ, നിന്റെ അപ്പൻ നിന്നെ ഓർത്ത് അഭിമാനിക്കട്ടെ. നിന്റെ അപ്പൻ നിന്നെ ഓർക്കുമ്പോൾ, നിന്റെ പേരോർക്കുമ്പോൾ ഒന്ന് മനസ്സുകൊണ്ട് അനുഗ്രഹിക്കാൻ തോന്നത്തക്ക വിധത്തിലാണോ നീയും നിന്റെ പിതാവും മാതാവും തമ്മിലുള്ള ബന്ധമെന്ന് ഇന്ന് പകലിലെ കർത്താവ് നമ്മോട് ചോദിക്കുകയാ. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ആമൻ ഒരു അപ്പനെയും രണ്ട് മക്കളെയും വേഗത്തിൽ കൊണ്ടുവരാം. എൻ്റെ ചിന്തയല്ലെങ്കിൽ അങ്ങനെ കർത്താവ് നടത്തുന്നത് കൊണ്ട് പറഞ്ഞു വിടുക. അപ്പന് ആഹാരം കൊടുക്കാൻ മത്സരിക്കുന്ന രണ്ട് മക്കളുടെ ചരിത്രം വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും അത്. ഹല്ലേലൂയ. ആമ പ്രായം ചെന്നു, അപ്പന് ലേശ കണ്ണുകളൊക്കെ മങ്ങിപ്പോയി. ഹല്ലേലൂയ. ആ വാർദ്ധക്യത്തിലായ സമയത്ത് മക്കളുടെ അകത്ത് വല്ലാത്തൊരു വ്യഗ്രത. എന്താ, ഇത്രയും നാൾ കൊടുത്തതുപോലല്ല, ഇന്ന് അപ്പനെ ഒന്ന് ഊട്ടണം. ഹല്ലേലൂയ. അപ്പനൊന്ന് നന്നായിട്ടൊന്ന് ഊട്ടണം. ഇന്ന് വരെ ഇടാത്ത നല്ലൊരു ഷർട്ട് വാങ്ങിച്ചു കൊടുക്കണം, നല്ലൊരു പാൻറ് വാങ്ങിച്ചു കൊടുക്കണം, കുഴിമന്തിയെങ്കിൽ കുഴിമന്തി ആമൻ അത് വാങ്ങിച്ചു കൊടുക്കണമെന്ന് രണ്ട് പിള്ളേര് കേട്ടോ, രണ്ട് പിള്ളേര് വാശിയോടെ മത്സരിക്കുകയാ. അപ്പനെ മക്കളെ മനസ്സിലായോ? ചിലർക്ക് മനസ്സിലായി, ചിലർക്ക് മനസ്സിലായിട്ടില്ല. ഹല്ലേലൂയ. എന്നട ചെറുക്ക, നിനക്ക് അപ്പൻ ഇന്ന് തന്നെ ആഹാരം മേടിച്ചു കൊടുക്കണമെന്ന് ഇത്ര വലിയ ആഗ്രഹം എന്താ? ഇത്ര വലിയ ആഗ്രഹം എന്താ? ഇന്ന് തന്നെ അപ്പൻ ആഹാരം മേടിച്ചു കൊടുക്കണമെന്ന്. രണ്ടുപേരും മത്സരിക്കാൻ പിന്നിലെ കാരണം എന്താ? കാരണം ഞാൻ കൃത്യമായിട്ട് കേട്ടു. ഹല്ലേലൂയ. 1.5 ഏക്കർ റബ്ബറും തോട്ടം എൻ്റെ പേരിൽ എഴുതി തരുന്ന ദിവസം ഇന്നാ. ഹല്ലേലൂയ. ആമൻ. എൻ്റെ ഒപ്പം ഉണ്ടോ നിങ്ങൾ? അവിടെ കിടക്കുന്ന ഏലത്തോട്ടത്തിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്ന ദിവസം ഇന്നാണ്. അതുകൊണ്ട് എൻ്റെ അപ്പൻ ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം. പലപ്പോഴും കഴിക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും കൊടുത്തിട്ടില്ല. പക്ഷേ ഇന്ന് കൊടുക്കണം. കാരണം രജിസ്ട്രാറുടെ മുമ്പിൽ വന്ന് ഒപ്പിടാൻ നേരത്ത് ഇവൻ എനിക്ക് അറിയാൻ പാടില്ലെന്നെങ്ങാൻ അപ്പം മൊഴിഞ്ഞാൽ തീർന്നു, പിന്നെ പരിപാടിയൊന്നും നടക്കത്തില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അന്ന് കേട്ടു, മക്കൾ മാത്രമല്ല അമ്മയും കേട്ടു അത്. ഹല്ലേലൂയ. പക്ഷാഭേദങ്ങളില്ലാത്ത കുടുംബങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വിഭേജന വിധേയതകളില്ലാത്ത കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന മാതൃഹൃദയങ്ങൾക്കായി, പിതാക്കന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലതിന് മൂത്തതിനോടൊരു പ്രത്യേക ഇഷ്ടം, ചിലതിന് ഇളയതിനോട് പ്രത്യേക ഇഷ്ടം, ചിലത് ആണിനോടൊരു പ്രത്യേക ഇഷ്ടം, ചിലത് പെണ്ണിനോട് പ്രത്യേക ഇഷ്ടം. യേശുവിൻ്റെ നാമത്തിൽ അതുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അതിൻ്റെ അവസാനത്തെ വേര് പോലും പറഞ്ഞിളകിപ്പോകുന്ന ദിവസമായിരിക്കണം അത്. കരഞ്ഞ് നിലവിളിച്ചിട്ട് നിന്റെ ഉദരത്തിൽ അവിടെ നിന്ന് തന്നതാണെങ്കിൽ, ആണാണെങ്കിലും കൊള്ളാം പെണ്ണാണെങ്കിലും കൊള്ളാം, അത് ദൈവം തന്ന ദാനമാണെന്ന് പറഞ്ഞ് ഒരുപോലെ ചേർത്ത് പിടിക്കാൻ കരുത്തുള്ള പിതാക്കന്മാരും മാതാക്കളും നമ്മുടെ നടുവിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞങ്ങൾക്ക് കർത്താവ് 4 മക്കളെ ദാനം ചെയ്തു. ഹല്ലേലൂയ. 4 മക്കളെയാണ് ദാനം ചെയ്തത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആദ്യം ഞങ്ങൾക്ക് ചില നാളുകൾക്ക് ശേഷം കർത്താവ് ദാനം ചെയ്തു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു മോളെ കർത്താവ് ദാനം ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ സ്തോത്രം കാണാനായിട്ട് വന്നു. താനിങ്ങനെ കാണാനായിട്ട് വന്നു. അപ്പോൾ ചോദിക്കാനായിട്ട് ഇപ്പോൾ മടിയാണല്ലോ. ഹല്ലേലൂയ. ആണാന്നോ പെണ്ണാന്നോ? ഹല്ലേലൂയ. ചോദിക്കാനായിട്ട് മടി. കുറേ നേരമൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് മനസ്സിലായി പെൺകൊച്ചാണെന്ന്. ഹല്ലേലൂയ. താൻ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഭാരപ്പെടേണ്ട, കർത്താവ് കരുതും. ഹലോ,
ആണ്ട് നിങ്ങൾക്ക് ഭാരമായി പോയല്ലോ. എനിക്ക് ഭാരമില്ല, നിങ്ങൾ ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. എനിക്ക് സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ സഹോദരൻ വന്ന് പറയണ ഭാരപ്പെടണ്ട, കർത്താവ് കരുതിക്കോളുമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ഭാരമൊന്നുമില്ല, കർത്താവ് കരുതിയിട്ട ഈ നാൾ വരെ നടന്നത്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഒരു 6 വർഷങ്ങൾക്ക് ശേഷം കർത്താവ് ഞങ്ങൾക്ക് അടുത്ത ഒരു കുഞ്ഞിനെ കൂടി ദാനം ചെയ്തു. ഹല്ലേലൂയ. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ആ സ്നേഹിതൻ പിന്നെയും എന്നെ കാണാനായിട്ട് വരുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് രണ്ടാമതും അനുഗ്രഹിക്കപ്പെട്ട ഒരു മോളെ ദാനം ചെയ്തു. ചിലരുടെ മുഖം തെളിഞ്ഞു വരുന്നുണ്ട്. ഇയാൾക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്ന നിങ്ങളുടെ മുഖം ഞാൻ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇവൻ വളരെ സങ്കടപ്പെട്ടു. ഹല്ലേലൂയ. ഒരു LICയുടെ പ്രീമിയം ഒക്കെ എടുത്തിട്ടാൽ നന്നായിരിക്കും കേട്ടോടാ എന്നൊക്കെ പറഞ്ഞേച്ചാ എന്നോട് പോയത്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പിന്നെ ഒരു 4 വർഷം കൂടി കഴിഞ്ഞപ്പോൾ കർത്താവ് ഞങ്ങൾക്ക് ട്വിൻസിനെ തന്നു. കടം തീർത്തങ്ങ് തന്നു. നിങ്ങളെന്താ ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുന്നത്? ഹല്ലേലൂയ. ഈ ആകാംക്ഷയിൽ നിങ്ങളെ ഞാൻ 2 മണിവരെ എനിക്ക് പ്രസംഗിക്കാൻ പറ്റും പാസ്റ്ററെ, ഇവർ ഉറങ്ങത്തില്ല. ഹല്ലേലൂയ. കാരണം ഈ ട്വിൻസ് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നറിയാതെ നിങ്ങൾ ഉറങ്ങത്തേ ഇല്ല. ഹല്ലേലൂയ. ഇത് ഞങ്ങളുടെ പ്രാസംഗികന്മാരുടെ ചെറിയൊരു ഗുട്ടൻസ് ആണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് 3ാമതും 4ാമതും അനുഗ്രഹിക്കപ്പെട്ട 2 പെൺകുഞ്ഞുങ്ങളെ ദാനം ചെയ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നെ ആനന്ദമാണെന്നറിയാവോ? ചിലരെന്നോട് ചോദിക്കുന്നത് നല്ല രസമായിരിക്കുമല്ലോ പാസ്റ്ററെ. ഞാൻ പറയുന്ന രസം മാത്രമല്ല, സാമ്പാറുണ്ട്, അവിയലുണ്ട്, തോരനുണ്ട്, എല്ലാം ഉണ്ട്. അടിയെന്ന് പറഞ്ഞാൽ പൂക്കുറ്റി അടിയാണ് നടക്കുന്നത്. ഹല്ലേലൂയ. എങ്കിലും ഞാൻ തീർത്ത് പറയാം പ്രിയരെ, വിഭാഗീയതകളില്ലാതെ തലമുറകളെ സ്നേഹിക്കുന്ന മാതൃപിതാ ഹൃദയങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. LIC എടുത്തില്ലെങ്കിലും തമ്പുരാൻ കരുതിക്കോളും കേട്ടോ. പോസ്റ്റൽ ഇൻഷുറൻസ് എടുത്തില്ലെങ്കിലും കരുതുന്ന ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടെന്ന്. ഹല്ലേലൂയ. ഉറപ്പ് പോരല്ലോ. ഹല്ലേലൂയ. കുവൈറ്റിലെ അച്ചായനെ ഒന്നും കരുതണ്ട, ഫിലഡൽഫിയയിലുള്ള അമ്മാമ്മയെ നോക്കുകയും വേണ്ട. ഇതിനെ ദാനം ചെയ്ത സ്വർഗത്തിനറിയാം നിങ്ങളെ പുലർത്താനായിട്ട്. രക്തത്താലെ ജയ. ഹല്ലേലൂയ. ഈ കുടുംബത്തിലെ അനുഗ്രഹിക്കപ്പെട്ട 2 മക്കൾ മത്സരിച്ചു. മൂത്തമകനെ വിളിച്ചിട്ട് അപ്പം പറഞ്ഞു, മക്കളെ എനിക്ക് നിന്നെ അനുഗ്രഹിക്കണം, നീ എന്ത് ചെയ്യണം? എൻ്റെ ആവശ്യമുള്ള ആഹാരം വേട്ടയാടി പിടിച്ചു കൊണ്ടുവരണം. മത്സരിച്ചാ കൊടുക്കുന്നത്. മൂത്തവൻ വേട്ടയാടി പിടിക്കാൻ പോകുന്ന സമയം കൊണ്ട് അമ്മയുടെ സഹായത്താൽ ഇളയവൻ ആഹാരം കൊടുത്തു കഴിഞ്ഞെന്ന്. ഹല്ലേലൂയ. മത്സരിച്ച ആഹാരം കൊടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്കുണ്ടായിരുന്നു കേട്ടോ ഒരു അമ്മ. ജനിച്ച് വീണ് എൻ്റെ സ്വന്തം അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. പക്ഷെ എന്നെ വളർത്തിയൊരു മാതാവുണ്ട്. എല്ലാ വേദികളിലും നിറഞ്ഞ ഹൃദയത്തോടെ പറയാൻ മടിയില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. എന്നെ ഞാനാക്കാൻ എൻ്റെ പിന്നിൽ അധ്വാനിച്ച് ഒരമ്മയുണ്ടായിരുന്നു, എൻ്റെ അപ്പൻ്റെ അമ്മ. സ്ട്രോക്ക് വന്ന് തളർന്ന് 7 വർഷത്തോളം തളർന്നു കിടന്നപ്പോൾ പൊന്നുപോലെ നോക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഹല്ലേലൂയ. മീറ്റിങ്ങിനൊന്നും പോയിട്ടില്ല, പല മീറ്റിങ്ങുകൾ ക്യാൻസൽ ചെയ്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ പുലർത്തുന്ന ഒരു ദൈവത്തെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞെന്ന്. മക്കളുമാരെ ശ്രദ്ധിക്കണം കേട്ടോ. പപ്പയെ കരുതാൻ, മമ്മിയെ കരുതാൻ, അതിനെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് കർത്താവ് നിങ്ങൾക്ക് ദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ചിന്തകളിലേക്ക് നമുക്ക് വേഗത്തിൽ മടങ്ങേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അമ്മ മകനോട് ചെന്ന് ആവശ്യപ്പെടുകയാണ്. എന്ത്? ഒരു സ്കേഴ്സിറ്റി മാറേണ്ടതിന് അമ്മ മകനോട് ആവശ്യപ്പെടുകയാണ്. സ്തോത്രം. മകന് ചെയ്തു കൊടുക്കാമെന്നുള്ള ഉറപ്പ്. എന്താ കർത്താവേ, അവിടെ നിന്ന് അത്ഭുതം ചെയ്യുമെന്നതിനുള്ള ഉറപ്പ്. അമ്മ പറയും, ഇവൻ എൻ്റെ ഉദരത്തിൽ പിറന്നത് തന്നെ അത്ഭുതമാണ്, പരിശുദ്ധാത്മാവിനാലാണ് പിറന്നത്. പിന്നെ 12ാമത്തെ വയസ്സിൽ ഞങ്ങൾ പള്ളിയിൽ പെരുന്നാളിന് പോയ സമയത്ത് ഹല്ലേലൂയ പുരോഹിതന്മാരോട് വാദിച്ചത് ഒരു 12കാരൻ്റെ വാക്കുകളല്ല അവൻ്റെ വായിൽ നിന്ന് വന്നത്. ഇവനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള ദൈവ ശബ്ദം, ഇവൻ്റെ നാൾ വഴികൾ ഇതുവരെ എഴുതി വെച്ചാൽ ഞാൻ ഹൃദയത്തിൽ കരുതിയത് നിമിത്തം എനിക്കറിയാം എൻ്റെ യേശു എനിക്കായി ഒരു അത്ഭുതത്തെ ചെയ്യുമെന്ന്. ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടോ? നിന്റെ വീട്ടിൽ യേശു വന്നിട്ടും, ഇത് ശ്രദ്ധിക്കണം, നിന്റെ വീട്ടിൽ യേശു വന്നിട്ടും, നീ പ്രാർത്ഥിക്കാൻ വന്നിട്ടും, നീ ഉപവസിക്കാൻ ഇരുന്നിട്ടും എന്തേ പിന്നെയും ഈ പ്രശ്നം നിനക്ക് വരുന്നുവെന്ന് കേൾക്കുന്നവർ ഇന്ന് ഈ പ്രാർത്ഥന
കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നില്ലേ? ഹല്ലേലൂയ. യേശുവിനെ അറിഞ്ഞിട്ടും ആരാധിക്കാൻ ഇരുന്നിട്ടും അന്യഭാഷകളിൽ ആരാധിച്ചിട്ട് യേശു നിന്റെ വീട്ടിൽ ഉണ്ടായിട്ട് എന്തേ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട്, ഇങ്ങനെ ഒരു പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു? പ്രാർത്ഥിച്ച് പ്രാപിക്കാൻ നിനക്കറിയത്തില്ലേ? പ്രാർത്ഥിച്ച് അത്ഭുതങ്ങളെ സ്വീകരിപ്പാൻ നിനക്കറിയത്തില്ലേ? ഹല്ലേലൂയ. ചോദ്യങ്ങൾ കേട്ടിട്ടുള്ളവർ എൻ്റെ മുൻപാകെ ഇരിക്കുന്നെങ്കിൽ എബ്രായ ലേഖനം 11-ാം അധ്യായം അവനെ തുറന്നു വെച്ച് വായിക്കാൻ, ഇപ്പോഴല്ല വീട്ടിൽ പോയി വെച്ച് വായിക്കാൻ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു നിങ്ങളെ. ഹല്ലേലൂയ. എബ്രായ ലേഖനം 11-ാം അധ്യായം തുറന്നു വെച്ച് വായിക്കണം, ഉച്ചത്തിൽ വായിക്കണം. ഹല്ലേലൂയ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന് ഒരു തലക്കെട്ട് കൊടുക്കാൻ തീരുമാനിച്ചാൽ എന്ത് തലക്കെട്ട് കൊടുക്കാൻ കഴിയും? വിശ്വാസ വീരന്മാരുടെ പട്ടിക, അല്ലേ? ഒരേ സ്വരത്തിൽ പറയാൻ കഴിയും, വിശ്വാസ വീരന്മാരുടെ പട്ടിക. ആരാച്ച വിശ്വാസ വീരൻ? ആരാ വിശ്വാസ വീരൻ? അവനെ പ്രാർത്ഥിച്ച് സിംഹത്തിൻ്റെ വായടച്ചവൻ. എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ പറ, പ്രാർത്ഥിച്ച് തീയുടെ ബലം കെടുത്തിയവനാരോ അവനാണ് വിശ്വാസ വീരൻ. പ്രാർത്ഥിച്ച് അത്ഭുതങ്ങൾ നേടിയവനാരോ അവനാണ് വിശ്വാസ വീരൻ. ഹല്ലേലൂയ. ആമേൻ. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ വിശ്വാസത്താൽ തിരികെ കിട്ടി, അവനാണ് വിശ്വാസ വീരൻ. ഹല്ലേലൂയ. ഇങ്ങനെ വായിച്ചു വരുമ്പോൾ അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ പകുതി ഇങ്ങനെ പിന്നിട്ട് കഴിയുമ്പോൾ അവൻ പിന്നെയും വിശ്വാസ വീരന്മാരുടെ പട്ടിക അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയേക്കുക. എന്താണെന്നറിയാവോ? അവനെ വിശ്വാസ വീരൻ പ്രാർത്ഥിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കോലാടുകളുടെ ജടയാടുകളുടെ രോമം ധരിക്കേണ്ടി വന്നത്, പാർക്കാനൊരു വീടില്ലാതെ വണ്ണ് ഗുഹകളിൽ പാർക്കേണ്ടി വന്നത്, ഹല്ലേലൂയ, വല്ലാതെ ക്ഷീണങ്ങളിലൂടെ പോകേണ്ടി വന്നവർ, ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ടവൻ. യോ ഹല്ലേലൂയ. എൻ്റെ ഒപ്പം ഉണ്ടോ നിങ്ങൾ? അവൻ്റെ പേരും വിശ്വാസ വീരനെന്നാണെന്ന്. നിങ്ങൾ എൻ്റെ ഒപ്പം ഇല്ലല്ലോ. ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥിച്ച് സിംഹത്തിന്റെ വായ അടപ്പിക്കുന്നവന്റെ പേരല്ലേ പാസ്റ്ററെ വിശ്വാസ വീരൻ? അല്ലച്ച, അവര് മാത്രമല്ലച്ച. പ്രാർത്ഥിച്ച് തീയിലോട്ട് ഇറങ്ങിയിട്ട് അതിൻ്റെ അകത്ത് വെന്തം നീറുമ്പോഴും സ്തോത്രം കർത്താവേ എന്ന് പറയാൻ കരുത്തുള്ളവൻ ആരോ അവനാണ് വിശ്വാസ വീരൻ. ഞാൻ പ്രാർത്ഥിച്ച് വാഹനം എൻ്റെ വീട്ടിൽ കയറ്റിയിട്ടുള്ള മനുഷ്യനാണ്. ഹല്ലേലൂയ. അവനൊരു 4 ചക്ര വാഹനം വേണമെന്ന് പറഞ്ഞപ്പോൾ എറണാകുളത്തിന് പോകാനായിട്ട് ഷോറൂം ഇല്ല കേട്ടോ. മഹേന്ദ്രയുടെ ഷോറൂമിൽ പോയിട്ട് ഇഷ്ടമുള്ളൊരു വണ്ടിയുടെ ബ്രൗഷറൊക്കെ വാങ്ങിച്ച് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ മേടിച്ച് ഓൺ റോഡ് പ്രൈസൊക്കെ മേടിച്ച് അതിൻ്റെ നീളവും വീതിയും അളന്നെടുത്തിട്ട് വിശ്വാസത്താൽ ഒരു കാർ പോർച്ച് പണിതിട്ടിട്ട് ആ കാർ പോർച്ചിൻ്റെ അകത്തേക്ക് വാഹനത്തെ ഓടിച്ച് കയറ്റിയവനാണ് ഞാൻ. ഇവിടെ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. ആ വാഹനത്തെ ആ കാർ പോർച്ചിലേക്ക് പ്രാർത്ഥിച്ച അതേ വാഹനം ഓടിച്ചു കയറ്റിയവനാണ് ഞാൻ. സ്തോത്രം. 5 വർഷത്തോളം പൊന്നുപോലെ ആ വാഹനം കൊണ്ട് നടന്നു. ആ വാഹനത്തിൻ്റെ അകത്ത് പിള്ളേരെ കയറ്റി മിച്ചർ കഴിക്കാനായിട്ട് അനുവദിക്കത്തില്ല. അമ്മ നന്നായിട്ട് നോക്കി, ഒന്നൊന്നരമായിട്ട് ആ വാഹനത്തെ നോക്കി. 5 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, കൊടുത്തേക്കടാ വണ്ടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, ആ മെസ്സത്ത് വിശ്വാസ വീരൻ എന്ന ലേബലിലേക്ക് എന്നെ കൊണ്ടുവന്ന സാധനമാണിത്. ഇത് കൊടുത്താൽ പിന്നെ ഞാൻ എങ്ങോട്ട് പോകും? നോ, വാങ്ങുന്നവൻ മാത്രമല്ലടാ, പ്രാർത്ഥിച്ചു കൊടുക്കുന്നവൻ കൂടി വിശ്വാസ വീരനാണ്. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ ഇന്ന് പകലിൽ ഇത് കേൾക്കണം. സ്തോത്ര. വിശ്വാസത്താൽ പ്രാർത്ഥിച്ചു വാങ്ങിച്ചത് പ്രാർത്ഥിച്ച് നോർത്ത് ഇന്ത്യക്ക് വിറ്റവനാ ഇന്ന് പകലിലും പ്രസംഗിക്കുന്നത്. രക്തം ചെയ്യ, കർത്താവ് ആർക്കും കടക്കാരനല്ലെന്ന്. രക്തം ചെയ്യ. നീ യേശുവിനെ അറിഞ്ഞിട്ട് നീ പ്രാർത്ഥിക്കാനിരുന്നിട്ട്, നീ ഉപവാസം ഇരുന്നിട്ട് നിനക്ക് ആ കഷ്ടത മാറുന്നില്ലെങ്കിൽ നീ ഓർത്തോ, നിന്റെ നെറ്റിക്ക് ദൈവം എഴുതിയിട്ടുണ്ട് വിശ്വാസ വീര. സങ്കടത്തിന്റെ നടുവിലും പിന്മാറ്റ ചിന്ത വരാതെ വിശ്വാസത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആത്മനിറവിൽ ആരാധിക്കുന്നവരെന്നെ കേൾക്കുന്നെങ്കിൽ നീ സഭയുടെ ഭാഗമാണ്, വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമാണ്. നിന്നെ തളർത്താൻ, നിന്നെ തകർത്ത് കളയാൻ, നിന്നെ കത്തിച്ചു കളയാൻ, നിന്നെ ഇല്ലാതാക്കാൻ ഒരു കഷ്ടതയ്ക്കും കഴിയത്തില്ല, ഒരു ബുദ്ധിമുട്ടിനും കഴിയത്തില്ല. യേശു ഈ വീടിൻ്റെ അകത്തുണ്ടായിട്ട് എന്തുകൊണ്ട് ഈ പ്രതിസന്ധി വന്നെന്ന് ചോദിക്കുന്നവരുടെ നടുവിൽ ഞാൻ പിന്നെയും ആത്മനിയോഗത്തോടെ പറയാ, നീ കണ്ടിട്ടില്ലാതെ വണ്ണമുള്ള ഒരു ദൈവ മഹത്വം നിങ്ങൾ വെളിപ്പെടേണ്ടതിനാണ്. അധികം പിഴിയുമ്പോൾ, അധികം ഞെരങ്ങുമ്പോൾ, അധികം വേദനിക്കുമ്പോൾ, അധികം നിന്ദിക്കപ്പെടുമ്പോൾ, അധികം ഉടയപ്പെടുമ്പോൾ
മറുപടി പറയാൻ നിന്റെ നാവ് പൊങ്ങാത്ത വിധത്തിൽ നീ വല്ലാതെ തളർന്ന് ക്ഷീണിച്ചു വിരിക്കുമ്പോൾ മഹത്വം അത് വലുതാണ്, മഹത്വം അത് വലുതാണ്. പിന്നത്തേതിൽ അതറിയാൻ പോകുന്നത് വെള്ളം വീഞ്ഞാക്കിയ ഖാന എന്നറിയപ്പെടത്തക്ക വിധത്തിൽ നിന്റെ മേൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുന്ന അത്ഭുതത്തിന്റെ അഡ്രസ്സിലായിരിക്കും ഇനി അങ്ങോട്ട് നാടുപോലും അറിയാൻ പോകുന്നത്. അതിന് നീ കൊടുക്കുന്ന വിലയാണ് കുഞ്ഞ്. ഇമ്മനുഭവിക്കുന്ന നിന്ന, ഇമ്മനുഭവിക്കുന്ന വേദന, ഇമ്മനുഭവിക്കുന്ന കഷ്ടത. ആത്മീക കരുത്തുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ആമേൻ പറഞ്ഞ് പ്രാപിച്ചോ. അത് രക്തം ചെയ്യ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്ദകളിലൂടെ പോയിട്ടുണ്ട്, വല്ലാത്ത ഭാരങ്ങളിലൂടെ പോയിട്ടുണ്ട്. പക്ഷെ പിന്നത്തേതിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വത്തെ കണ്ടപ്പോൾ എൻ്റെ കർത്താവിന് ഞാൻ നന്ദി പറഞ്ഞിട്ടുമുണ്ട്. രക്തത്താലെ ജയം, രക്തത്താലെ ജയം. വേഗത്തിലൊരത്ഭുതം ഈ വിഷയത്തിൻ്റെ മേൽ ഉണ്ടാകത്തില്ല. ആര് പറഞ്ഞു? ഉണ്ടാകും. ഉറപ്പിച്ചു പറയുക. ആരോടോ കർത്താവ് വളരെ കൃത്യമായിട്ട് സംസാരിക്കുന്നു. ഇല്ലച്ച ഉണ്ടാകത്തില്ല, ഉണ്ടാകും. യേശുവിൻ്റെ നാമത്തിൽ വേഗത്തിൽ നിനക്കൊരത്ഭുതം സംഭവിക്കും. രക്തം ക്ഷയ. ഹല്ലേലൂയ. കണ്ണടച്ച് തുറക്കുന്ന മാത്രയിൽ അതിനു മുമ്പ് കേട്ടിട്ടില്ലല്ലോ, കേൾക്കണ്ട, നീയായിരിക്കും ആദ്യത്തെയാള്. അങ്ങനെ ഒരു പ്രോസസ് ഇന്ന് വരെ കണ്ടിട്ടില്ല, കാണണ്ട. നിന്നിലാണ് ആദ്യത്തെ ആ ചടങ്ങ് വെളിപ്പെടാൻ പോകുന്നത്. മറ്റാരുടെയെങ്കിലും സംഭവിച്ചത് കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ, കണ്ടിട്ടില്ലാത്ത വിധത്തിൽ നിനക്ക് അത്ഭുതം ചെയ്യുന്ന വേഗത്തിൽ ഒരു അത്ഭുതം പ്രതീക്ഷിക്കാൻ. ഹല്ലേലൂയ. കർത്താവ് വലിയവനോട് ആ നിയോഗം നന്നായി പറയുന്നു, വേഗത്തിൽ ഒരു അത്ഭുതം പ്രതീക്ഷിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവദാസന്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്ത് ഒരു അനുഭവം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീ മാത്രമേ ഉള്ളൂടാ പാസ്റ്റർ, നിനക്ക് പ്രസംഗിക്കാൻ അറിയത്തുള്ളൂ, നീ പ്രവചിച്ചാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ, നിന്നേക്കാൾ പഴക്കമുള്ള, തഴക്കമുള്ള, കാണാനായിട്ട് ഭംഗിയുള്ള, സുമാറുള്ള, നല്ല വാക്കുകളുള്ള, ആംഗലേയ ഭാഷ നന്നായിട്ട് പ്രയോഗിക്കാനായിട്ട് പ്രാവണ്യമുള്ളവർ പലരുള്ളപ്പോൾ നിന്നെ മാത്രമേ ഉള്ളൂടാ വിളിച്ചിട്ടുള്ളത്. ആ ദേവദാസൻ ഒരുപാട് സങ്കടപ്പെട്ടല്ലേ. ആളെ മനസ്സിലായവർ ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ആ ദേവദാസൻ ഒരുപാട് സങ്കടപ്പെട്ടു. വാട്ട് വിൽ ഐ ഡു? എന്നെ കർത്താവേ ഞാൻ ചെയ്യാനുള്ളത്, ഈ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, ഒറ്റ രാത്രിത്തെ ഉറക്കം ഒന്ന് മാറ്റി വെച്ചാൽ മതി. എൻ്റെ ഒപ്പം ഉണ്ടോ നിങ്ങൾ? ഒറ്റ രാത്രത്തെ ഉറക്കം മാറ്റിവെക്കേണ്ട കാര്യമുള്ളൂ. അടുത്ത പ്രഭാതം നിന്റെ അത്ഭുതത്തിൻ്റെ പ്രഭാതമാണ്. ഹല്ലേലൂയ. കൊണ്ടുവാട വടി എന്ന് പറഞ്ഞു. അവൻ വടി കൊണ്ടുവന്ന് വെച്ചു. ഈ പാസ്റ്ററുടെ വടി മാത്രമല്ല, പലരുടെ വടിയും കൊണ്ടുവന്ന് വെച്ചു. ഹല്ലേലൂയ. പെട്ടകത്തിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന ഇടത്ത് പലരുടെയും വടി കൊണ്ടുവന്ന് വെച്ചു. 12 hours, 12 മണിക്കൂർ കഴിഞ്ഞു പോയിരിക്കുന്നു. ഒന്നുകൂടി ഞാൻ പറയാം, 12 മണിക്കൂർ കഴിഞ്ഞു പോയിരിക്കുന്നു. 12 മണിക്കൂർ കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് ബാക്കി കൊണ്ടുവന്ന് വെച്ചവര് ഹല്ലേലൂയ പാട്ടും ആഘോഷവും ഹല്ലേലൂയ ഓട്ടുപിടുത്തത്തിന് പരിപാടിക്കുമൊക്കെ പോയപ്പോൾ ഒരു സാധു അന്ന് രാത്രി ഉറങ്ങിക്കാണത്തില്ല. ഹല്ലേലൂയ. കാരണം അടുത്ത പ്രഭാതം എനിക്ക് വിധി എഴുതുന്ന പ്രഭാതമാ. ആമേൻ. എനിക്ക് തല ഉയർത്തി പിടിക്കണം കർത്താവേ എന്ന് പറഞ്ഞ് നെടുമ്പാട് വീണ ഒരു രാത്രി ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന്. രക്തം ക്ഷയം, രക്തം ക്ഷയം, രക്തം ക്ഷയം, രക്തം ക്ഷയം, രക്തം ക്ഷയം. അടുത്ത പ്രഭാതത്തിൽ കൊണ്ടുവന്ന് വെച്ച വെട്ടിയെടുത്ത വടികളുടെ അനുഭവത്തെ കാണാൻ സകലരും വരുമ്പോൾ ഒരുത്തൻ്റെ വടി മാത്രം അതിനകത്ത് പൂത്ത് കായ്ച്ച് കായുൾപ്പെടെ വന്നിരിക്കുന്നെങ്കിൽ കുഞ്ഞേ, വേഗത്തിൽ നീ ഒരു അത്ഭുതത്തെ പ്രതീക്ഷിക്കണം. ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ദീർഘനാളുകൾ എടുക്കുമെന്ന്. 12 വർഷം 13 വർഷമൊക്കെ എടുത്തിട്ട് ഈ മരം, ബദാം എന്ന് പറയുന്ന ഈ മരം അതിൻ്റെ തനതായ വിധത്തിൽ തുടർമാനമായിട്ട് ഫലത്തെ കൊടുക്കത്തുള്ളെന്ന് കേട്ടിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ഇവിടെ നടന്നതോ പാസ്റ്ററെ, അതിൻ്റെ പേരാണ് അത്ഭുതം എന്ന് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? രക്തം ചെയ്യ. ഹല്ലേലൂയ. 12 വർഷം കൊണ്ട് ഫലം തരേണ്ടത്. ഹല്ലേലൂയ. ഒരു മിക്സ് പോട്ടിൻ്റെ അകത്തും വെക്കാതെ, ഒരു ചെടിച്ചട്ടി
ചട്ടിയുടെ അകത്തും വെക്കാതെ, ഒരു ഫലഭൂയിഷ്ടമുള്ള മണ്ണിൻ്റെ അകത്തും കൊണ്ടുപോയി അത് കുഴിച്ചു വെക്കാതെ വെട്ടിയെടുത്ത ഈ കഷണം ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന ഇടത്ത് 12 മണിക്കൂർ ഇരുന്നപ്പോൾ 12 വർഷം കൊണ്ട് നടക്കേണ്ടത് 12 മണിക്കൂറിൻ്റെ അകത്ത് അത് പൂത്തു വന്നെങ്കിൽ, അത് കായ്ച്ചു വന്നെങ്കിൽ, ഞാൻ ആഴമായി പറയാം, മാസങ്ങളെടുത്തേ നിനക്കത് ലഭ്യമാകൂ എന്ന് വിധി എഴുതിയെങ്കിൽ ഇല്ലച്ചാ, ഇന്നത്തെ പ്രാർത്ഥന കഴിയുന്നതോടെ നിനക്കത് ലഭ്യമാകേണ്ടതിന്, നിന്നിലെ അത്ഭുതം വെളിപ്പെടേണ്ടതിന്, നിന്റെ മുൻപാകെ ആ വഴി തുറന്നു വരേണ്ടതിന് ആത്മനിയോഗത്താൽ ഞാൻ Jesus, hallelujah, praise you Jesus, hallelujah, amen. എന്തുകൊണ്ട് 12 മണിക്കൂറിൻ്റെ അകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്? ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ചാ, hallelujah. ഒരു രാത്രി മുഴുവൻ സങ്കടപ്പെട്ട് കരഞ്ഞിട്ട് ഈ പകലിലും പ്രാർത്ഥനയ്ക്കായി നിങ്ങൾ വന്നില്ലേ? നിന്റെ കൈ കൊണ്ട് തന്നെ നിന്റെ കണ്ണുനീരിനെ തുടച്ചു മാറ്റിയിട്ട് ആരും കാണണ്ട, ആരും കേൾക്കണ്ട, അവരുടെ മുമ്പിൽ സുസ്മേധവദനന്മാരായിരുന്ന് നീ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിയോടുകൂടെ ഇന്നും ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ നിന്റെ ഉള്ളത്തെ കാണുന്ന സ്വർഗം വിളിച്ചു പറയുന്നു, ഇന്നലെ രാത്രിത്തെ നിന്റെ സങ്കടം, ഇന്നലെ രാത്രി നിന്റെ കാതിൽ കേട്ട ആ വാക്ക് നിന്റെ ജീവിതം പോലും അവസാനിപ്പിച്ചു കളയാൻ പാകത്തിന്, ജീവിതം പോലും നിനക്ക് മടുപ്പുളവാക്കാൻ പാകത്തിന്, നിന്നെ വല്ലാത്ത തലങ്ങളിലേക്ക് വലിച്ചിഴക്കാൻ നോക്കിയ ആ സാഹചര്യത്തിന്റെ നടുവിൽ നിന്ന് പുറത്തേക്ക് കർത്താവ് നിന്നെ കൊണ്ടുവന്നെങ്കിൽ കരുതുന്ന ഒരു ദൈവമുണ്ട്. കരുതുന്ന കോണ്ടാക്ട് നമ്പർ ഉണ്ട്. ഞാൻ ആഴമാ നിങ്ങളോട് പറയാം, ഒരുത്തനോട് പോലും ഒരാവശ്യം പറഞ്ഞ് കൈനീട്ടേണ്ട ഗതികേട് കർത്താവ് ഇന്ന് വരെ വരുത്തിയിട്ടില്ല. അത് ചങ്കുറപ്പോടുകൂടി പറയാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആവശ്യങ്ങൾ ഉണ്ടായിട്ടില്ലെന്നല്ല, സങ്കടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നല്ല, ഒരുപാട് ഭാരം ഉണ്ടായി, ഒരുപാട് പ്രയാസം ഉണ്ടായി, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ എടുത്ത തീരുമാനമാ. മനുഷ്യനോട് പറയത്തില്ല, ദൈവത്തോടെ പറയാവൂ. രക്തം ചെയ്യാം. ഹല്ലേലൂയ. കഴിഞ്ഞ മാസവും ഹല്ലേലൂയ തിരുവനന്തപുരത്ത് ചാർജ് എടുക്കാനായിട്ട് വന്ന് ഒരു ഉന്നത പോലീസുകാരി വെയിറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയെന്നറിയാവോ? ഈ പൊട്ടൻ ചെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഈ പൊട്ടൻ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം അദ്ദേഹത്തിന് ഓഫീസിൽ കയറാനെന്ന്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? എൻ്റെ പേരിൻ്റെ ഒപ്പം എഴുതി വെക്കാനായിട്ട് ഡോക്ടറേറ്റ് ഒന്നുമില്ല, എൻ്റെ പേരിൻ്റെ ഒപ്പം എഴുതി വെക്കാനൊരു പ്രസിദ്ധിയില്ല, പ്രശസ്തിയില്ല, കുലമഹിമയില്ല, കുടുംബമഹിമയില്ല. മണ്ടന്മാരിൽ ആന മണ്ടനാണ് ഞാൻ. പക്ഷേ എനിക്കൊരു കാര്യം നന്നായിട്ടറിയാം, എൻ്റെ തമ്പുരാൻ്റെ സന്നിധിയിൽ ആ പറഞ്ഞത് നീ ഹൃദയം കൊണ്ട് നീ അംഗീകരിച്ചാൽ നീ വന്നിട്ടല്ലാതെ ആമൻ ഊണിന് ഇരിക്കുകയില്ലെന്ന് പറയുന്ന ഒരു വിലപ്പെട്ട നടത്തിപ്പുകൾ ഇന്നും കേരളത്തിൻ്റെ മണ്ണിൽ വെളിപ്പെട്ടു വരുമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഒരുങ്ങിക്കോ. ദൈവ പ്രവർത്തികൾക്ക് വേണ്ടി ഒരുങ്ങിക്കോ. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം, ഈ യോഗത്തിന് ശേഷം റെഡി ടു ട്രാവൽ എ ലോങ് ജേർണി. ഹല്ലേലൂയ. ആത്മനിയോഗത്തോടുകൂടി പോകേണ്ടതിന്, കാലുകുത്തേണ്ടതിന്, ദൈവം മഹത്വം വെളിപ്പെടുത്തേണ്ടതിന് God is going to send you for his purpose. Hallelujah. കർത്താവിൻ്റെ വിലപ്പെട്ട മഹത്വത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓ ഹല്ലേലൂയ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. വേഗത്തിൽ ഒരു അത്ഭുതത്തെ പ്രതീക്ഷിക്കുക, വേഗത്തിൽ ഒരു അത്ഭുതത്തെ പ്രതീക്ഷിക്കുക. രക്തം ചെയ്യുക. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. യേശുവിനോട് ഈ അത്ഭുതത്തിൻ്റെ കാര്യം പറയുന്ന സമയത്ത്
കർത്താവ് ചെയ്ത കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവ സാധാരണ ഈ വീഞ്ഞ് പകരേണ്ടത് തുരുത്തിയിലാണ്. വേദപുസ്തകം പറയുന്നുണ്ടല്ലേ, വീഞ്ഞ് പകർന്നു വെക്കുന്നത് എവിടെയാണ്? തുരുത്തിയിലാണ് അത് പകർന്നു വെക്കുന്നത്. പക്ഷെ കർത്താവ് ചെയ്തതോ, യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് പുറത്ത് 6 കൽപാത്രങ്ങളുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇതെന്തിനു വെച്ച കൽപാത്രമാ? കാല് കഴുകാൻ, കൈ കഴുകാൻ, അതിനു വേണ്ടിയുള്ള ആവശ്യത്തിന് വേണ്ടി വെച്ചേക്കുക. പക്ഷെ കർത്താവ് സിസ്റ്റത്തെ, കസ്റ്റത്തെ, ജൂഷിന്റെ മാനേഴ്സിനെ ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു തത്വം, പുതിയൊരു നിയമം കർത്താവ് കൊണ്ടുവന്നു. എനിക്കറിയാം ഇതെവിടെ പകരണമെന്ന്. രക്തം ക്ഷയ അവിടുന്ന് തീരുമാനിക്കും ഇതെവിടെ പകരണമെന്നുള്ളത്. ഹല്ലേലൂയ. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ, എന്നോടുള്ള ദൂതാണെന്ന് പറഞ്ഞാൽ ആമേൻ പറയാൻ എത്ര കരങ്ങൾ ഇതിൻ്റെ അകത്ത് ഉയരും. ഹല്ലേലൂയ. ഉന്നതന്മാരെ ലജ്ജിപ്പിക്കേണ്ടതിന് നികൃഷ്ടമായതിനെ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ എന്നോടുള്ള ദൂതപാസ്ത്രേ എന്ന് പറയാൻ കരുത്തുള്ളവർ എത്ര പേരുണ്ട്? നിന്റെ കുലമഹിമ കണ്ടിട്ടല്ല, മികവ് കണ്ടിട്ടല്ല, നീ പാപിയായിരുന്നപ്പോഴേ അവിടുന്ന് നിന്നെ സ്നേഹിച്ചെന്ന്. ഓ, രക്തം ക്ഷയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ഒരുപാട് എക്സൈറ്റഡ് ആക്കി എന്താണെന്നറിയാവോ? അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. ആ മാതാവിൻ്റെ പദം കണ്ടോ, പറഞ്ഞില്ല കണ്ടോ? അവൻ എന്തെങ്കിലും നിങ്ങളോട് അപേക്ഷിച്ചാൽ അത് ചെയ്യുവിൻ എന്നല്ല പറഞ്ഞത്, എന്തെങ്കിലും അവൻ കൽപ്പിച്ചാൽ. മർക്കോസിൻ്റെ സുവിശേഷം പ്രാരംഭാധ്യായം എടുക്കണ്ട, വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അവൻ പരീശന്മാരെ പോലെയല്ല, അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അവൻ അധികാരത്തോടെയാണ് ശുശ്രൂഷിച്ചത്. അപ്പൊ യേശുവിൻ്റെ വാക്കിൻ്റെ പിൻബലം, ആമൻ, അതിൻ്റെ അകത്തൊരു ദൈവിക ശക്തി വ്യാപരിച്ചിരുന്നു. ഹല്ലേലൂയ. അവിടുന്ന് കൽപ്പിക്കുന്ന ദൈവമാണെന്ന്, ശൂന്യതകളെ നോക്കിയിട്ട് നിനക്ക് വേണ്ടി കൽപ്പിക്കുന്ന ദൈവമാണെന്ന്. എന്താ അവിടുന്ന് കൽപ്പിച്ചത്? ഹല്ലേലൂയ. ആമന വക്കോളം കോരി നിറപ്പിൻ. എന്നാച്ചാ കോരി നിറക്കണ്ടേ? അപ്പുറത്തെ വീട്ടിലെ തുരുത്തിയിലിരിക്കുന്ന വീഞ്ഞു കൊണ്ടുവന്ന് കോരി നിറക്കാനാണോ? നോ, അല്ല കുഞ്ഞെ, അല്ല. തൊട്ടപ്പുറത്തെ കിണറ്റിൽ പോയിട്ട് ശുദ്ധമായ വെള്ളം കോരണം. നീ കോരുമ്പോഴും നീ നോക്കണം ഒരു മുന്തിരിയുടെ കഷണമെങ്കിലും ആ കുളത്തിൻ്റെ അകത്ത് കിടപ്പുണ്ടോ എന്ന്. കിടപ്പുണ്ടെങ്കിൽ ആ പരിസരത്ത് എവിടെയെങ്കിലും ഒരു മുന്തിരിയുടെ ചെടി നിൽക്കുന്നുണ്ടോ എന്ന് കൂടി നീ നോക്കണം. ആമന പരിസരത്ത് ഒരു മുന്തിരിയുടെ സ്വാധീനമില്ലെങ്കിൽ, സാന്നിധ്യമില്ലെങ്കിൽ, വെറും പച്ചവെള്ളത്തെ ദാഹം തീർക്കാനായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ആ പച്ചവെള്ളത്തെ കോരി നീ കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്ത് നിറക്കണം. നിറക്കുമ്പോൾ അത് വീഞ്ഞായി മാറുന്ന ഒരു ബൃഹത്തായ അത്ഭുതം. ഓ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തത്താൽ ക്ഷയം, രക്തത്താൽ ക്ഷയം, രക്തത്താൽ ക്ഷയം, രക്തത്താൽ ക്ഷയം, രക്തത്താൽ ക്ഷയം. ഇവരിത് ചെയ്യാൻ മനസ്സ് വെച്ചല്ലോ എന്നോർത്താണ് ചിലരെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. നിനക്കൊരു ചലനം വേണമെങ്കിൽ, നിനക്കൊരു വളർച്ച വേണമെങ്കിൽ, പ്രിയരേ, ആമനൊരു ഉത്ഥാനം, ഒരു ഉയർച്ച, ഒരു വളർച്ച അത് വേണമെങ്കിൽ ആമന് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ മനസ്സ് വെക്കണം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അത് നിർജീവമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. കോരി നിറപ്പിനെന്ന് പറഞ്ഞപ്പോ ഈ അച്ചാച്ചന്മാർ എവിടം വരെ നിറച്ചെന്നറിയാവോ? ഹല്ലേലൂയ. വാക്കോളം നിറച്ചെന്ന്. ഹല്ലേലൂയ. എന്നൊരു പകുതി നിറച്ചെങ്കിൽ എന്നാ മിറക്കള അവിടെ നടക്കുന്നെന്ന് ആരും കാണത്തില്ലല്ലോ, ഞങ്ങൾക്കത് കൊണ്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നോ, നീ അങ്ങനൊന്നും വേണ്ട കുഞ്ഞെ. നിറക്കാൻ പറഞ്ഞപ്പോ അവര് വാക്കോളം അങ്ങ് നിറച്ചു. കാരണം ദൂരെ നിൽക്കുന്നവൻ കൂടി അറിയണം ഇതെങ്ങനെ ഇതൊരു ട്രാൻസ്ഫോം ആകുന്നെന്ന്, ഇതിനെങ്ങനെ രൂപാന്തരം ഉണ്ടാകുന്നെന്ന്. അതാ വിശ്വാസം എന്ന് പറയുന്നത്. ചെയ്യാൻ പറഞ്ഞത് കേട്ടാൽ നീ ചെയ്യണം. കാലെടുത്ത് വയ്ക്കാൻ പറഞ്ഞാൽ വയ്ക്കണം കുഞ്ഞെ. ഹല്ലേലൂയ. നീ ചവിട്ടുന്ന നിന്റെ കാൽപാദം ഉറപ്പിക്കാൻ കരുത്തുള്ളൊരു ദൈവം നിനക്ക് വേണ്ടി ഉണ്ടെന്ന്. രക്തം ക്ഷയ. ഹല്ലേലൂയ. അവിടുത്തെ ശബ്ദം കേട്ട് വിശ്വാസത്തിൻ്റെ ചുവട് വയ്ക്കാൻ ചിലരിലേക്ക് കർത്താവ് കരുത്തു പകരുകയാണ്. രക്തത്താൽ ക്ഷയം, രക്തത്താൽ ക്ഷയം, രക്തത്താലെ ക്ഷയ. ഹല്ലേലൂയ. 2 വാക്കുകളാണ് ആ ശുശ്രൂഷകന്മാരോട് കർത്താവ് പറഞ്ഞത്. കോരി നിറപ്പിൻ, കോരിക്കൊടുപ്പിൻ. ഹല്ലേലൂയ. കോരിക്കൊടുപ്പിൻ എന്ന് പറയുമ്പോൾ ഈ ശുശ്രൂഷകന്മാർക്ക് വേണമെങ്കിൽ ചോദിക്കാം, എന്നാ കൊടുക്കാനാ കർത്താവേ? ഞാൻ കൊണ്ടുപോയി ഒഴിച്ച വെള്ളം അതിൻ്റെ അകത്ത് കിടക്കുന്നത്, അപ്പുറത്തെ കിണറ്റിൽ നിന്ന് കോരിയ വെള്ളം അതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഹല്ലേലൂയ. അടി കൊള്ളുന്നത് ഞങ്ങൾക്ക്, ഇത് കോരി കൊടുക്കണോ? ചോദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കോരിക്കൊടുപ്പിൻ, കോരി നിറപ്പിൻ എന്ന വാക്കിൽ വ്യാപരിച്ചതേ സാന്നിധ്യം. കോരിക്കൊടുപ്പിൻ. അത് കേട്ടവൻ്റെ അകത്ത് വെളിപ്പെട്ട് വന്നു കാണും. വിശ്വാസത്തോടെ, ഏറ്റവും തേജസ്സോടെ അതിൻ്റെ അകത്ത് നിന്ന് കോരി
ആദ്യം അത്ഭുതം കണ്ടത് പത്രോസല്ല, ആദ്യം അത്ഭുതം കണ്ടത് അന്ത്രയോസുമല്ല, യോഹന്നാനുമല്ല. ആദ്യം അത്ഭുതം കണ്ടത് വിശ്വാസത്തിന് അനുസരണ കാണിച്ചവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഇവൻ അറിയാം, ഞാൻ കുറച്ചു നേരം മുമ്പ് കോരി ഒഴിച്ചത് പച്ചവെള്ളവാ, അപ്പുറത്തെ കിണറ്റിൽ നിന്ന് കൊണ്ടുവന്നൊഴിച്ച പച്ചവെള്ളവാ. കുനിഞ്ഞിങ്ങനെ കോരുമ്പോൾ അവന്റെ കണ്ണി കാണുന്നത് അച്ഛാ ഒഴിച്ചതല്ല അച്ഛാ, ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് ഇത് മാറിയിരിക്കുന്നു, ഒഴിച്ച വെള്ളം വീഞ്ഞായിരിക്കുന്നു. നീ കാണും അത്ഭുതം. അനുസരിച്ചാൽ നീ അത്ഭുതം കാണും, അനുസരിച്ചാൽ നീ അത്ഭുതം കാണും. എല്ലാ നിരാശകള്, എല്ലാ സങ്കടങ്ങള്, എല്ലാ അവിശ്വാസങ്ങള് പുറത്തു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ പാർക്കുന്നത് എറണാകുളത്ത് ഞങ്ങൾ പാർത്തിരുന്ന സമയത്ത് ഹല്ലേലൂയ, ഞാൻ പറഞ്ഞില്ലേ വണ്ടിയൊക്കെ കൊടുത്ത കാര്യം. വണ്ടിയൊക്കെ കൊടുത്തിട്ട് ഹല്ലേലൂയ ഇങ്ങനെ നിൽക്കുക, കർത്താവപ്പ എനിക്ക് ഇനി ഒരു BMW ആയിരിക്കും തരുന്നത് എന്ന് കരുതി ഇങ്ങനെ കൊതിച്ച് നിൽക്കുക. ഹല്ലേലൂയ. കാരണം ഉണ്ടായിരുന്ന കൊടുത്തില്ലേ, നിങ്ങൾക്ക് എന്താ ഒരു സന്തോഷം ഇല്ലല്ലോ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. പ്രതീക്ഷിച്ച് നിന്നപ്പോൾ പ്രിയരെ ഉണ്ടായിരുന്ന കിടക്കാടം കൂടി കടൽ കൊണ്ടുപോയി. ഹലോ, കൊള്ളാം അല്ലേ? അവൻ ഞാൻ കരുതി കാറൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസന് വാടാ ഇങ്ങോട്ട്. ആമേൻ, സ്തോത്രം. അമേരിക്കൻ വിസ നിൻ്റെ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യാവിടാന്നൊക്കെ വിളിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഒന്നും ഉണ്ടായില്ല. അവനെ കയറിക്കിടന്ന കിടക്കാടം കൂടി കടൽ കൊണ്ടുപോയി. 3 ദിവസം വെള്ളത്തിൽ കിടന്നു. ഹല്ലേലൂയ. കടൽ വെള്ളം ഇങ്ങനെ കയറി വരുമ്പോൾ ഞങ്ങൾ കട്ടിലേ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കളിച്ച് വെള്ളം പൊങ്ങുന്നതിനനുസരിച്ച് കട്ട ഇഷ്ടിക കട്ടിലിൻ്റെ 4 കാലിൽ ഇങ്ങനെ 1 2 3 വെച്ചിട്ട് കട്ടിലിങ്ങനെ പൊക്കി കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. കട്ടിൽ നനഞ്ഞപ്പം 3-ാമത്തെ ദിവസം രാത്രി ഞാൻ കർത്താവോട് പറഞ്ഞു, മതി അപ്പാ, ഇനി താങ്ങാൻ പറ്റില്ല. ഹല്ലേലൂയ. പോകാൻ വീടില്ല. എൻ്റെ അപ്പൻ്റെ വീടെന്ന് പറഞ്ഞു പോകാൻ എനിക്ക് അങ്ങനെ ഒരു വീടില്ല. അമ്മയുടെ വീട്ടിൽ പോകാമെന്ന് തീരുമാനിച്ചാൽ അങ്ങനെയും ഇല്ലൊരു സാഹചര്യം. എന്നാൽ ഭാര്യയ്ക്ക് അങ്ങനെ ഉണ്ടോ? അവക്കും അങ്ങനെ ഇല്ല. കൊള്ളാമല്ലേ? ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ദൈവത്തോട് ഞങ്ങൾ നിലവിളിച്ചു. കേൾക്കണോ നിങ്ങൾക്ക്? ആമേൻ. ആരെയും വിളിച്ചില്ല കേട്ടോ. അച്ചാ കുച്ച എന്ന് പറഞ്ഞ് ഒരുത്തനെ വിളിച്ചിട്ടില്ല, വിളിക്കത്തുമില്ല. രക്തം ക്ഷയം. ഹല്ലേലൂയ. വിളിക്കേണ്ട ഒരുത്തനെ വിളിച്ചാൽ മതി, നീ 9000 പേരെ ഒന്നും വിളിക്കണ്ട. രക്തം ക്ഷയം. ഹല്ലേലൂയ. എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞാൻ വെള്ളത്തിൽ നെഞ്ചൊപ്പം വെള്ളത്തിൽ നിൽക്കുന്നത് അങ്ങ് ദൂരെയുള്ളൊരു സഹോദരൻ വീഡിയോയിൽ കണ്ടിട്ട് പുള്ളി വണ്ടി അയച്ചു തന്നു, കയറി പൊമ്മോണം ആമേൻ എൻ്റെ നാട്ടിലോട്ടെന്ന്. ഹല്ലേലൂയ. കിട്ടിയ കുറച്ച് സാധനങ്ങളൊക്കെ വാരിപ്പിറക്കി പുള്ളി അയച്ച പെട്ടകം, ആമേ, ട്രാവലറിൻ്റെ ആ ഫോഴ്സിന് ഞങ്ങൾ പെട്ടകം എന്നാണ് കൊടുത്തത്. ഹല്ലേലൂയ. ഞങ്ങളുടെ പെട്ടകം കിട്ടിയതെല്ലാം കൂടി വാരി അതിൻ്റെ അകത്ത് നിറച്ചു. ഹല്ലേലൂയ. ആ പെട്ടകത്തേലിങ്ങ് പോന്നതാ. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് വരെ വിശ്വസ്തനായിരുന്നു പ്രിയരെ. പുതിയ നാട്, പുതിയ തലം, എങ്ങനെ പുലരും, എങ്ങനെ നടത്തും, എങ്ങനെയാകും. ആദികളുണ്ടായിരുന്നു, ആകുലതകളുണ്ടായിരുന്നു. കഴിഞ്ഞ 25 വർഷക്കാലമുള്ള ചെറിയ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുക. 16-ാം വയസ്സ് മുതൽ എന്നെ നടത്തിയ എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം നീ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത്, നിനക്ക് ആ വിചാരം വരുന്നതിന് മുൻപ് നിന്റെ സങ്കടത്തിന് പരിസമാപ്തി കുറിക്കാൻ കരുത്തുള്ളൊരു ദൈവം നിനക്ക് സ്വർഗത്തിൽ കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ ആമേ തൻ്റെ മക്കൾക്കായി കർത്താവ് പ്രവർത്തിക്കട്ടെ. വിലപ്പെട്ട ഒരു നിയോഗം ഞാൻ നിങ്ങളുടെ മുൻപാകെ വയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. 3 തലങ്ങൾ ഹൃദയത്തിലേക്കൊന്ന് വരണം. പഴയ മനുഷ്യനെന്നും പുതിയ മനുഷ്യനെന്നും ഞാൻ നിങ്ങളോട് പങ്കുവെച്ചുവല്ലോ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ 3 പദങ്ങൾ ഒരു പെന്തക്കോസ്തുകാരൻ മറന്നു പോകാതെ നെഞ്ചകത്തോട് ചേർത്ത് പിടിക്കേണ്ട 3 പദങ്ങൾ. 1 നീതീകരണം, 2 വിശുദ്ധീകരണം, 3 തേജസ്കരണം. ഹല്ലേലൂയ. ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ. ഈ 3 പദങ്ങൾ ഹൃദയത്തിൻ്റെ അകത്തുണ്ടാകണം. നീതീകരണം, ഹല്ലേലൂയ, പഴയ മനുഷ്യന് സംഭവിക്കുന്നത് ഒരിക്കലായി സംഭവിക്കേണ്ടതുമായത്, അഥവാ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന അത്ഭുതകരമായ വീണ്ടും ജനനം എൻ്റെ ഒപ്പം ഉണ്ടാകണം കേട്ടോ. ഹല്ലേലൂയ. ഒരു വാക്യം വായിക്കാതെ ആ ഭാഗത്തിലേക്ക് പോകാനായിട്ട് സാധ്യമല്ല. റോമാലേഖനം 1 വായിക്കണം. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ തിരുവചനം ഒന്ന് വായിച്ച്. റോമർ 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്? എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്?
ചങ്ക് പൊട്ടുന്ന വേദനയോടെ പറയണം, എങ്ങനെയാ നീതീകരിക്കപ്പെട്ടത്? അവിടുത്തെ രക്തത്താൽ. എങ്ങനെ രക്തം വന്നത്? അടിച്ചപ്പോഴാ രക്തം വന്നത് പാസ്റ്ററേ. ഹല്ലേലൂയ. 7 പിന്നിയ ചട്ടവാറ് കൊണ്ട് അടിയേറ്റപ്പോഴാ പാസ്റ്ററേ രക്തം വന്നത്. ഹല്ലേലൂയ. മുള്ളെടുത്ത് തലമേൽ അടിച്ച് തറച്ചപ്പോഴാ പാസ്റ്ററേ ബ്ലഡ് വന്നത്. ആണിയെടുത്ത് കയ്യിലും കാലിലും തറച്ചപ്പോഴാ രക്തം വന്നത്. ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് ഇന്ന് പകലിൽ ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുന്നത്. ഹല്ലേലൂയ. തിരുവല്ലായിൽ എനിക്കൊരു കുടുംബമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഒരു സഹോദരിയുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? ഹല്ലേലൂയ. 21 ദിവസത്തെ ഉപവാസമായിട്ട് ഇരിക്കുന്ന സമയമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 19ാമത്തെ ദിവസം മറ്റേ, ഇന്നൊന്നും അല്ല കേട്ടോ, ഏകദേശം 10-18 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ചരിത്രമാണ് പറയുന്നത്. അടുത്ത ദിവസം ആ സഹോദരിക്ക് ഒരു ഓപ്പറേഷന്. അപ്പം സഹോദരൻ്റെ ബ്ലഡൊക്കെ എടുത്ത് ക്രോസ് മാച്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. പക്ഷേ സർജറി തുടങ്ങി, ബ്ലഡ് ആവശ്യമായിരുന്നപ്പോൾ സഹോദരൻ കൃത്യമായിട്ട് വിട്ടുകളഞ്ഞു. ഹല്ലേലൂയ. പിന്നെ മുമ്പിൽ നിൽക്കുന്നത് ഉപദേശിയ. ഹല്ലേലൂയ. ബ്ലഡ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉണ്ടെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. പുഷ്പഗിരിയിലോട്ട് പോയി. ഹല്ലേലൂയ. അവൻ ഒരു കുടം രക്തം ഒന്നും എൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്തിട്ടില്ല. ഒരു ഇച്ചിരിക്കോളം ഉള്ളൊരു കുപ്പിയിൽ ഇച്ചിരിക്കോളം ബ്ലഡേ എടുത്തുള്ളൂ. ഹല്ലേലൂയ. കൊടുത്തു കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവൻ സർജറി സക്സസ് ആയി. ഹല്ലേലൂയ. ഈ കാര്യം അറിഞ്ഞു ആര്? ആ സഹോദരി അറിഞ്ഞു. എൻ്റെ വിശ്വാസിയാണ് കേട്ടോ. ഹല്ലേലൂയ. അവൻ ഇത് കഴിഞ്ഞപ്പോൾ ആമ വന്നു ഒരു പുടുത്തം. എന്നിട്ട് എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, ഇനി മുതൽ നിങ്ങൾ എൻ്റെ പാസ്റ്റർ അല്ല. ഞാൻ പറഞ്ഞു പെട്ടല്ലോ. ഹല്ലേലൂയ. ഇത്രയും രക്തം കൊടുത്തിട്ടും പാസ്റ്റർ അല്ലെന്നാണോ പറയുന്നത്? ഇനി മുതൽ നിങ്ങൾ പാസ്റ്റർ അല്ല, നിങ്ങൾ എൻ്റെ സഹോദരനാണെന്ന്. ഒരു കുടം രക്തം ഒന്നും കൊടുത്തില്ല. 24 മണിക്കൂറിൻ്റെ അകത്ത് ആ രക്തം എനിക്ക് ലഭ്യമാകുകയും ചെയ്തു. എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ സഹോദരി ഹല്ലേലൂയ എന്ന് കണ്ടാൽ ഇനി എന്ത് തരണമെന്നുള്ളൊരു ചിന്തയില്ല. കണ്ണി കാണുന്ന സകല സാധനവും അച്ചാറിടാനായിട്ട് വിശേഷ കൃപ ലഭിച്ച് ഇതുപോലെയുള്ളൊരു സഹോദരിയെ ഞാൻ ഉലകത്ത് കണ്ടിട്ടില്ല. എന്ത് കിട്ടിയാലും അച്ചാറിടും. ഞാൻ പാർക്കുന്ന വീട്ടിൽ അച്ചാർ കൊണ്ട് ഇങ്ങനെ നിറയുകയാണ്. എന്താ കാര്യം? ഇച്ചിരി രക്തം കൊടുത്തതിൻ്റെ പേരിൽ. ഹല്ലേലൂയ. ഇച്ചിരി രക്തം കൊടുത്തതിൻ്റെ പേരിൽ ഒരമ്മയ്ക്ക് ആ കുടുംബത്തിൽ അംഗത്വം എനിക്ക് തരാൻ മനസ്സ് തോന്നിയെങ്കിൽ ശരീരത്തിൽ കിടന്നിരുന്ന് അവസാനത്തെ തുള്ളി രക്തം, the last drop of his blood, അത് അവസാനം വരെ ഊറ്റി. എപ്പോഴാ ഊറ്റിയത്? വിലാപ്പുറത്തേക്ക് കുന്തമെടുത്ത് ആഞ്ഞൊരു കുത്തുകുത്തിയായിരുന്നു. വിലാപ്പുറത്തേക്ക് കുന്തമെടുത്ത് ആഞ്ഞൊരുത്തനൊരു കുത്തുകുത്തിയപ്പോൾ രക്തവും വെള്ളവും ചാടി എന്ന് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? നിനക്ക് വേണ്ടിയായിരുന്നു ആ കുത്തുകൊണ്ടത്, നിനക്ക് വേണ്ടിയായിരുന്നു അടി കൊണ്ടത്, നിനക്ക് വേണ്ടിയായിരുന്നു ആ വേദന സഹിച്ചത്. 3 കാരിരുമ്പാണികളാൽ തറയ്ക്കപ്പെട്ട് ക്രൂശിന്റെ മേൽ കൈകളിങ്ങനെ വിരിച്ച് കാലുകളിങ്ങനെ ചേർത്ത് വെച്ച് തലമേൽ മുൾക്കിരീടം ഇങ്ങനെ അടിച്ചു തറച്ച് വേദന അനുഭവിച്ച് സപ്തമൊഴികൾ ആ കുരിശിന്റെ മേൽ കിടന്നു പറഞ്ഞ് എൻ്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പ്രാണനെ വെച്ചു കൊടുത്ത് ആ കർത്താവിന്റെ രക്തം കൊണ്ടും നീതീകരിക്കപ്പെട്ടവരെ, അവിടുന്ന് നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തുമെന്ന്? അവിടുത്തെ രക്തം കൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന് ഉറപ്പിക്കണം കേട്ടോ. അവിടുത്തെ ക്രൂശ് കൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന് ഉറപ്പിക്കണം. അവിടുത്തെ അടിയുടെ പിൻബലമാണ് എൻ്റെ സ്വർഗപ്രവേശനത്തിന് കാരണമെന്ന് ഉറപ്പിച്ചിട്ട് വേണം ഇതിൻ്റെ അകത്തിരിക്കാൻ. അങ്ങനെ നീതീകരിക്കപ്പെട്ടവൻ്റെ അടുത്ത പരിപാടിയാണ് എന്ത്? ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. വിശുദ്ധീകരണം. നീതീകരണം. ഹല്ലേലൂയ. അത് ആത്മാവിന് സംഭവിക്കേണ്ടതെങ്കിൽ വിശുദ്ധീകരണം നിന്റെ ദേഹിയിൽ സംഭവിക്കേണ്ടതാണ്. നിന്റെ ഇച്ഛയുടെ, വികാരങ്ങളുടെ, വിചാരങ്ങളുടെ, ചിന്തകളുടെ, തീരുമാനങ്ങളുടെ ഇരിപ്പിട കേന്ദ്രം പാപം ഇങ്ങനെ കയറി വരാൻ ചാൻസസ് ഉള്ളതിൻ്റെ സെൻട്രൽ പോർഷനാണ് ആ ദേഹി എന്ന് പറയുന്നത്. അവിടെ സംഭവിക്കേണ്ടതാണ് എന്ത്? വിശുദ്ധീകരണം. എത്ര പ്രാവശ്യം സംഭവിക്കണം? നീ മരിക്കുന്നത് വരെ സംഭവിക്കണം. രക്തം ചെയ്യുക. അയ്യോ അത് കാണാൻ പാടില്ലായിരുന്നു, അത് ചിന്തിക്കാൻ പാടില്ലായിരുന്നു. പറ, യേശുപ്പച്ചനോട് പറ, അയ്യോ അപ്പച്ചനോട് ക്ഷമിക്കണമേ എന്ന് പറ. വിശുദ്ധീകരണത്തിന് വേണ്ടി കരയണം. ഈ വചനം കേൾക്കുമ്പോഴും ഇതിൻ്റെ അകത്ത് നിരപ്പുണ്ടാകണം. ഹല്ലേലൂയ. ക്ഷമാപണങ്ങൾ നടക്കണം. ആമേൻ. സ്തോത്രം. യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിന് എന്നിൽ തടസ്സമായി ഒന്നും ഉണ്ടാകല്ലേ അപ്പാ എന്ന് പറഞ്ഞ് വിശുദ്ധീകരണത്തിന് വേണ്ടി ഏൽപ്പിക്കുന്നത്. അരുതരുതായ്മകൾ നിന്റെ വായിലൂടെ വരാൻ പാടില്ലാതിരുന്നത്, നിന്റെ കണ്ണിലൂടെ വരാൻ പാടില്ലാതിരുന്നത്, നിന്റെ ഹൃദയത്തിൽ വരാൻ പാടില്ലാതിരുന്നത്, നിന്റെ കൊടുക്കൽ വാങ്ങൽ, ജീവിതം, തീരുമാനം, നിലനിൽപ്പ്, സകല മേഖലകളിലും ഒരു വിശുദ്ധീകരണം അത് ഉണ്ടാകട്ടെ.
ഹല്ലേലൂയ. അനുദിനം വിശുദ്ധീകരണത്തിലൂടെ പോകുന്നവന് വെച്ചിരിക്കുന്ന അടുത്ത കാര്യമാണ് എന്ത്? തേജസ്കരണം. ആ വാക്യം ഒന്ന് വായിക്കണം നമ്മൾ. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം 30-ാമത്തെ വാക്യം അതിവേഗത്തിൽ ഒന്ന് വായിച്ച. റോമർ 8:17. എന്തൊരു വാക്യോ പ്രിയരേത്! ആരോട് കൂടാ നമ്മൾ തേജസ്കരിക്കപ്പെടാൻ പോകുന്നേ? ഹല്ലേലൂയ. ആരാ തേജസ്കരിക്കപ്പെടാൻ പോകുന്നേ? അവിടെ ഉണ്ട്. അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചവരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, പത്മോസ് എനിക്ക് സങ്കടത്തിന് കാരണമാകാതിരുന്ന കാരണം ഈ വാക്യവാ 8:17. ഹല്ലേലൂയ. അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിക്കേണ്ടതത്രേ. കഷ്ടം തീർന്നെന്ന് ആരെങ്കിലും പ്രസംഗിച്ചോ? നിനക്ക് രോഗം ഇനി ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? നിന്നോട് നിനക്കിനി ഒരു കാലത്തും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകേലെന്ന് ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ അല്ല കേട്ടോ. ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിലൂടെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുന്നൊരു ദൈവം ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. രോഗം വരത്തില്ലെന്നല്ല, ഭാരം വരത്തില്ലെന്നല്ല, നിന്ന വരത്തില്ലെന്നല്ല, അതിൻ്റെ നടുവിൽ ജയ ഉത്സവത്തോടെ നിന്നെ മുന്നേറാൻ കരുത്തു പകരുന്ന ഒരു കർത്താവുണ്ടെന്നാ പറഞ്ഞു വന്നതിൻ്റെ സാരം. രക്തത്താലെ ജയ. സങ്കടങ്ങളിലും പാടാൻ, സങ്കടങ്ങളിലും ആനന്ദിപ്പാൻ, കഷ്ടതകളിലും നന്ദി പറയാൻ കാര്യം എന്താ? ദൈവനാമത്തെ അറിഞ്ഞതിൻ്റെ പേരിൽ, നീ പ്രാർത്ഥനയ്ക്ക് വന്നതിൻ്റെ പേരിൽ, നീ രക്ഷിക്കപ്പെട്ടതിൻ്റെ പേരിൽ, ഈ ആരാധന ഇടത്തു വന്നതിൻ്റെ പേരിൽ നിന്ന അനുഭവിക്കുന്നവർ ഇന്ന് ഈ ആലയത്തിൽ ഇന്നത്തെ പ്രാർത്ഥന അവനോട് കൂടെ തേജസ്കരിക്കപ്പെടുന്ന മഹത്വപൂർണമായ ഒരു കാലം നിനക്ക് വരുന്നുണ്ട്. വാക്യങ്ങളൊക്കെ എനിക്ക് എടുപ്പിക്കണമെന്നുണ്ട്. തേജസ് വേറും. നമ്മൾ ഈ കല്ലറക്കൽ ചെന്ന് നിൽക്കുമ്പോൾ മാത്രം വായിക്കുന്ന ഒരു വാക്യമുണ്ട്. എന്താണെന്നറിയാവോ? ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളൂടെ. ഹോശിയ 13:14, 1 കൊരിന്ത്യർ 15:55. ഈ 2 വാക്യങ്ങളാണ് അവിടെ ആധാരമായിട്ടെടുക്കുന്നത്. രക്തം ചെയ്യ. ഹല്ലേലൂയ. ആ ഭാഗം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. അങ്ങനെ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. സൂര്യൻ്റെ തേജസ് അല്ല ചന്ദ്രൻ്റെ തേജസ്, ചന്ദ്രൻ്റെ തേജസ് അല്ല നക്ഷത്രങ്ങളുടെ തേജസ്. നക്ഷത്രങ്ങൾ തന്നെ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒരുപോലെയല്ല തേജസ്സിൽ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. തേജസ്സിൽ വ്യത്യാസമുണ്ട്. ചന്ദ്രനെ പോലെ മിന്നുന്നവരുണ്ട്, സൂര്യനെ പോലെ മിന്നുന്നവരുണ്ട്. ഇന്ന് പകലിലും തേജസ്സിൻ്റെ മേൽ തേജസ് പകരപ്പെടുന്ന ഒരു പുതുനിയമത്തിൻ്റെ അനുഭവം നമ്മുടെ മേൽ വീഴണമെങ്കിൽ നീ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, ദൈവരാജ്യത്തെ പ്രതിയുള്ള നിന്ദകൾ നിനക്കത് ആധാരമായി മാറുമെങ്കിൽ തളരരുതെന്ന് പറയാൻ, ക്ഷീണിക്കരുതെന്ന് പറയാൻ, ആ രോഗം നിന്നെ മടുപ്പിക്കരുതെന്ന് പറയാൻ, ആ നിന്ന നിന്നെ പുറകോട്ട് വലിക്കരുതെന്ന് പറയാൻ, ആ വല്ലാത്ത വെല്ലുവിളി നിന്നെ ക്ഷീണിപ്പിക്കരുതെന്ന് പറയാൻ ആത്മാവിൽ എനിക്ക് നിയോഗമുണ്ട്. കർത്താവിന് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുപ്പാൻ ആത്മീയ കരുത്തു പ്രാപിക്കുന്ന സമയങ്ങളാകട്ടെ ഈ ഉപവാസവും പ്രാർത്ഥനയും. ഞാൻ ഈ തേജസ്കരണത്തിൻ്റെ കാര്യം പറയുമ്പോൾ യെശയ്യാ പ്രവചനത്തിലെ ഒരു വാക്യമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. എന്താണെന്നറിയാവോ? സൂര്യൻ ലജ്ജിക്കുന്ന, ചന്ദ്രൻ നാണിക്കുന്ന ഒരു തേജസ്സിലേക്ക് വരുമെന്ന്. ഹല്ലേലൂയ. എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിങ്ങനെ തേജസ്സിൽ നിൽക്കുന്ന ഒരു അനുഭവം ഒന്ന് കാണാവോ നിങ്ങൾക്ക്? എങ്ങനെയാ യോഹന്നാൻ നിനക്ക് പത്മോസ് വന്നത്? അച്ഛാ, ഞാൻ തിളച്ച എണ്ണയിൽ കൂടി പോയായിരുന്നു അച്ഛാ. ഹല്ലേലൂയ. ആരുമില്ലാത്ത പത്മോസിൻ്റെ ഏകാന്തതയിൽ പോയായിരുന്നു അച്ഛാ. അതുകൊണ്ട് എന്ത് പറ്റി? എനിക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല. ആരും കാണാത്ത എൻ്റെ യേശുവിനെ ഞാൻ കണ്ടു. എൻ്റെ യേശുവിൻ്റെ തനി സ്വരൂപം ഞാൻ കണ്ടു. ഹല്ലേലൂയ. ഹേ നിന്ന വഹിക്കുന്നവരെ, ഹേ വേദന വഹിക്കുന്നവരെ, നിന്റെ വേദന നിന്റെ നന്മയ്ക്കാണെന്ന് തിരിച്ചറിയുന്നെങ്കിൽ വലങ്കരം ഉയർത്തി ഉച്ചത്തിലൊരു ഹല്ലേലൂയ. രക്തത്താലെ ജയ. ഹല്ലേലൂയ. ആമേൻ. വീഞ്ഞായി മാറിയ വെള്ളം. ഞാനതിനിങ്ങനെ കൂടി പറയും കേട്ടോ. ഇത് പുറമേയുള്ളവൻ പറയണം. ഹല്ലേലൂയ. ഏത്? വീഞ്ഞായി മാറിയ വെള്ളം എന്നല്ല പറയേണ്ടത്, വെള്ളം വീഞ്ഞാക്കിയത് എന്ന് പറയണം. കാരണം കാണുന്നവൻ പറയണം അവന് വെള്ള കുപ്പായം ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോഴും പഴയ വെള്ളം തന്നെ, അതാണ് വീഞ്ഞായി മാറിയ വെള്ളം. അങ്ങനെ വേണ്ട, അങ്ങനെ കേൾക്കണ്ട, ആ അനുഭവം കേൾക്കണ്ട. അവൻ
പള്ളിയിലുള്ളത് പോലെ അല്ല കേട്ടോ വീട്ടിലുള്ളത്. അവൻ പള്ളി ഇരിക്കുന്ന പോലെ അല്ല കേട്ടോ മാർക്കറ്റിൽ വരുമ്പോൾ. അവൻ പള്ളിയിലിരിക്കുന്ന പോലെ അല്ല ക്യാമ്പസിൽ വരുമ്പോൾ. അതാ വെള്ളം വീഞ്ഞായത്, അല്ല വീഞ്ഞായി മാറിയ വെള്ളം, വീഞ്ഞായി മാറിയ വെള്ളം. ഹല്ലേലൂയ. വെള്ളക്കുപ്പായത്തിൻ്റെ അകത്തും വെള്ള തന്നെ ആയിരിക്കട്ടെ പ്രിയരെ. 4:46 യോഹന്നാൻ മറക്കരുത്. അവനെ വെള്ളം വീഞ്ഞാക്കിയത്. ഹല്ലേലൂയ. അടിമുടി ഉറപ്പിച്ചു പറയണം, ഇവൻ പഴയ മനുഷ്യനല്ല, ഇവൻ പുതുമയുള്ള മനുഷ്യനാണെന്ന്. നിങ്ങളുടെ സ്ഥാനങ്ങളിൽ ദയവ് ചെയ്തൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നാം വേഗത്തിൽ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയെ. സാവധാനത്തിൽ പിതാക്കന്മാരും മാതാക്കളൊക്കെ ഇരിപ്പിടത്തിൽ നിന്ന് ശ്രദ്ധയോടെ സാവധാനത്തിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഷാഥാനാര റാംഷസ്ബിൽ കോലിയാം ധേനിയ അറംധുന ജഗൽ ഖമർ മനാറബൽ പ്രബലരഗനഗടഗ ദുർഗമനഗടഗജസ് അർത്ഥനിലിയ അലബലബ ബൗഷസ്ബിയാൻ ധേനിയം. ഹല്ലേലൂയ. അവിടുത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. ഈ പറഞ്ഞ വചനം അതിൻ്റെ ദൈവാംശം നിങ്ങളിലേക്ക് പകരപ്പെടേണ്ടതിന്, അതിൻ്റെ ദൈവാംശം നമ്മിലേക്ക് പകരപ്പെടേണ്ടതിന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. അപ്പച്ച എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് അവിടുത്തെ കരം വെളിപ്പെട്ടിട്ടല്ലാതെ എനിക്കൊരു മാറ്റമില്ല കർത്താവേ. അവിടുന്ന് ചെയ്തിട്ടല്ലാതെ എനിക്ക് ഈ വിഷയത്തിനൊരു പരിഹാരമില്ല. അവിടുന്ന് നീട്ടിയിട്ടല്ലാതെ എനിക്ക് ഈ വിഷയത്തിൻ്റെ മേൽ പരിഹാരമില്ല. പ്രാർത്ഥിക്കുക. ആ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവ സാന്നിധ്യത്തെ മനസ്സിലാക്കിയൊന്ന് പ്രാർത്ഥിക്കുക. ഇതുപോലെയുള്ള പ്രാർത്ഥനകളിൽ പലരും അത്ഭുതങ്ങളെ കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. തലമേൽ കൈവെക്കാൻ വരുമെന്ന് കരുതണ്ട കേട്ടോ, അങ്ങനൊരു പരിപാടിയില്ല ഇന്ന്. പക്ഷെ കർത്താവ് തന്നെ നിങ്ങളെ തൊടട്ടെ. ഈ വചനത്തിൻ്റെ ദൈവാംശമെന്ന് തൊടാൻ ഹൃദയം കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ. എങ്ങനെ പ്രാർത്ഥിക്കണം? ഹന്നയെ പോലെ പ്രാർത്ഥിക്കണം. രക്തം ചെയ്യാം, ഇടംബലം മറന്നൊന്ന് പ്രാർത്ഥിക്കണം. വാശിയോടെ പ്രാർത്ഥിക്കണം. ആര് കളിയാക്കിയാലും ആര് നിന്ദിച്ചാലും ആണ്ട് ചിലത് കഴിയുമ്പോൾ നിന്റെ നിന്നയുടെ വാചകം ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ മറുപടിയുമായി ഞാൻ ഈ ആലയത്തിൻ്റെ ചവിട്ടും പാസ്റ്ററേ എന്ന് പറയത്തക്ക വിധത്തിൽ കരുത്തുള്ളവരെന്ന് പ്രാർത്ഥിച്ചേ. ഒരിക്കലെങ്കിലും ഒരു ദൈവമഹത്വം പ്രാപിച്ചിട്ടുള്ള കുഞ്ഞ് ഹൃദയം കൊണ്ട് ഉടയവനോട് അവിടുത്തോട് നന്ദി പറ. നീ വേഗത്തിൽ ഒരു അത്ഭുതം കാണും. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഓരോ നാളും മന്ദമാകില്ല. ഒരു പ്രാവശ്യം കൂടെ. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഓരോ നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഓരോ നാളും മന്ദമാകില്ല. ഹല്ലേലൂയ പാടിയിടും അഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേലൂയ ആയിമ്പസ്വരത്താൽ നയിച്ചതിനാ. ആ കരങ്ങളെ ഒന്ന് കോർത്ത് പിടിക്കാവോ? അടുത്ത് നിൽക്കുന്നവർ തമ്മിൽ ആ കരങ്ങളെ ഒന്ന് കോർത്ത് പിടിച്ച് ഒരു വാചകത്തിൽ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. എളിയവനൊരു നിയോഗം ഹൃദയത്തിലുണ്ട്, കർത്താവ് നൽകുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. രക്തത്താലെ കണ്ണുനീരോടെ ഈ സന്ദേശം കേട്ടവരെൻ്റെ മുമ്പിലുണ്ട്. വേദനയോടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സ്തോത്രം പറഞ്ഞവരെ ഞാൻ കണ്ടു. രക്തം യേശു നിങ്ങളെ കണ്ടിട്ടുണ്ട്, യേശു നിങ്ങളെ അറിഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. റഖന ലബൗഷ പ്രഭൗനിയ. എൻ്റെ യേശു കർത്താവേ, അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ ജനത്തിന് വേണ്ടി
പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടെ അത്ഭുത മന്ത്രിയാകയാൽ സ്തോത്രം. കണ്ണുനീരോടെ കേട്ട എൻ്റെ പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം. വേദനയോടെ കേട്ട എൻ്റെ പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം. കേട്ടതൊരു മതത്തിൻ്റെ തത്വസംഹിതയല്ല, കേട്ടത് നിത്യതയിൽ ചേർത്ത് എഴുതി വെച്ച അവിടുത്തെ നിത്യ സത്യ വചനമാണ് കേട്ടത്. ആ വചനത്തിൻ്റെ മാധുര്യം, ആ വചനത്തിൻ്റെ ദൈവാംശം ഈ ജനത്തിൻ്റെ മേൽ ശക്തിയോടെ ഇറങ്ങേണ്ടതിന് കർത്താവേ, അടിയങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തു എന്ന അതുല്യ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ മഹത്വം ഈ ജനത്തിൻ്റെ മേൽ കർത്താവ് കൽപ്പിച്ചതിന് നന്ദി. താങ്ക് യു ജീസസ്. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊണ്ടത് കൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ വിലപ്പെട്ട നാമത്തിൽ പ്രിയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് കൽപ്പിച്ച എല്ലാ ആലോചനകൾക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വിട്ട് കരങ്ങൾ കർത്താവിൻ്റെ ദാസനെ നേർക്കൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എല്ലാ കരങ്ങളും കർത്താവിൻ്റെ ദാസനെ നേർക്കൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. കർത്താവിൻ്റെ ദാസനെ നമ്മൾ ഒരുമിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ ശബ്ദം, തൻ്റെ ആരോഗ്യമെല്ലാം കർത്താവ് ശക്തീകരിച്ച് ബലപ്പെടുത്തി വീണ്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തിയും തൻ്റെ ദാസൻ്റെ യാത്രകൾ, ശുശ്രൂഷകൾക്കകത്തെല്ലാം വാഴേണ്ടതിന് സഭയായി, ദേശമായി ചേർന്ന് നമ്മൾ കർത്താവിൻ്റെ ദാസനെ ഒരുമിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പേരയിലെ പ്രിയ തങ്കച്ചാൻ ഫ്രണ്ടിലിട്ട് വന്ന് ആമേൻ കർത്താവിൻ്റെ ദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തത്താൽ ചെബടിക്കാണ്, യേശുവിന്റെ രക്തത്താൽ ചെബടിക്കാണ്. രക്തം സകല പാപവും ശുദ്ധീകരിക്കുന്ന രക്തത്താൽ